السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. الحمد لله. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഖീദ ഫൗണ്ടേഷന്റെ ഒരു സ്റ്റാർട്ടിങ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. മൊഡ്യൂൾ 1 കവർ ചെയ്തു. മൊഡ്യൂൾ 1 ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 1 കണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്ക് ആയിട്ട് ഓടിച്ചു പോവാം. ഇത് ഇന്നത്തെ ക്ലാസ്സിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകളൊക്കെ ആദ്യത്തെ ക്ലാസ് കേൾക്കാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്ക് ബാക്കി മനസ്സിലാവുള്ളൂ ഇൻഷാല്ലാ. അപ്പൊ മൊഡ്യൂൾ 1 നമ്മൾ പറഞ്ഞത് മെയിനായിട്ട് അഖീദ എന്നുള്ള വാക്ക്, അതിന്റെ ഒറിജിൻ അല്ലെ, ഉഖദ എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ വാക്ക് അക്ഷരാർത്ഥം, സാങ്കേതികാർത്ഥം, സാന്ദർഭികാർത്ഥം, അങ്ങനെ പല അർത്ഥങ്ങളും നമ്മൾ പറഞ്ഞു. അതുപോലെ തൗഹീദ് അല്ലെ, വഹദ എന്നുള്ള വാക്കിൽ നിന്ന്. പിന്നെ തൗഹീദിന്റെ 3 ഡിവിഷൻസ് ഏതൊക്കെയാണ് അല്ലെ? തൗഹീദ് അൽ റുബൂബിയ, തൗഹീദ് അൽ അസ്മാ വസിഫ, തൗഹീദ് അൽ ഉലൂഹിയ അല്ലെങ്കിൽ തൗഹീദ് അൽ ഇബാദ. അങ്ങനെ 3ആയിട്ട് തരംതിരിച്ചതായിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ തരംതിരിക്കേണ്ടി വന്നത്? കാരണം ഖുർആനിലോ സുന്നത്തുകളിലോ ഡയറക്റ്റ് തൗഹീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കോ റെഫറൻസോ ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബാക്കളുടെയും കാലത്ത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെ. കാരണം അവരൊക്കെ ജീവിതം കൊണ്ട് തന്നെ വിശ്വാസം കാണിച്ചു കൊടുക്കുമായിരുന്നു. അവരുടെ ഇടയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ആയത്തുകൾ വന്നിട്ട് അത് ക്ലിയർ ചെയ്യായിരുന്നു. പക്ഷെ പിന്നീട് അതായത് സ്വഹാബാക്കളുടെ കാലത്തിന് ശേഷം ഇസ്ലാം അല്ലെങ്കിൽ പല രാജ്യങ്ങളിലേക്ക്, പല സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആയപ്പം അവിടെയുള്ള വിശ്വാസങ്ങളും അവിടെയുള്ള ആചാരങ്ങളും ഒക്കെ വന്ന് അതുമായിട്ട് കലർന്ന് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി തൗഹീദ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അല്ലെ. അതിന്റെ പുറമെ ചില ഇസ്ലാമിനെ തകർക്കണം എന്നുള്ള ഹിഡൻ അജണ്ടയുള്ള ആളുകൾ കരുതികൂട്ടി വിശ്വാസങ്ങളിൽ ചെറിയ തോതിൽ കലർപ്പുണ്ടാക്കുകയും കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പല വെറൈറ്റി ക്ലെയിമുകൾ തൗഹീദിനെ കുറിച്ച് പല വിഭാഗങ്ങൾ, ഈവൻ മുഅ്തസില പോലെയുള്ള വിഭാഗങ്ങൾ ഇന്നതാണ് തൗഹീദ്, ഇന്നതാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ എന്നൊക്കെ പറഞ്ഞു വരാൻ തുടങ്ങിയപ്പം ആകെ കൺഫ്യൂഷനായി അല്ലെ. അപ്പം തൗഹീദ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ശാസ്ത്രം അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആയിട്ട് ഡെവലപ്പ് ചെയ്തതിന്റെ ആവശ്യം പണ്ഡിതന്മാർക്ക് ഉണ്ടായി. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതിനെ വീണ്ടും ഒരു കോഴ്സൊക്കെ ആയിട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൗഹീദിന്റെ പ്യൂരിറ്റി, സാധാരണ അതിന്റെ ആ ഒരു നാച്ചുറൽ സ്റ്റേറ്റ് ഇപ്പം ഇല്ല അല്ലെ. ഒരുപാട് മിക്സിങ് വന്നിട്ടുണ്ട്. ഷിർക്കുകൾ തുള്ളി അല്ലെ, വലിയൊരു പാത്രം വെള്ളത്തിലേക്ക് ഒരു തുള്ളി ഇങ്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഇങ്ക് അങ്ങ് മിക്സ് ആയി പോകും, മനസ്സിലാവില്ല. അങ്ങനെ പല തുള്ളികൾ പല സ്ഥലങ്ങളിലായിട്ട് മിക്സ് ആവുമ്പം ആളുകൾക്ക് മനസ്സിലാവുന്നില്ല തൗഹീദാണോ ഷിർക്കാണോ, കലർപ്പായി മാറിയിട്ടുണ്ട്. അപ്പം അതിനെ ക്ലിയർ ആക്കി മനസ്സിലാക്കാൻ, അതിന്റെ ബേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ആളുകൾക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസും നഷ്ടപ്പെട്ടു തുടങ്ങി അല്ലെ. പലർക്കും എന്താ പറയാ, വിശ്വാസം നമുക്ക് ഭയങ്കര വിശ്വാസമാണല്ലോ അല്ലെ, നമ്മൾ കർമ്മങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മള് വിശ്വാസത്തില്, ഈമാനില് ആകെ കൂടെ വേവിയായി, ഷേക്കിംഗ് ആയിട്ട് എന്താണെന്ന് അറിയാതെ നിന്നിട്ട് നമ്മൾ ഇനി എത്ര കർമ്മങ്ങൾ അതിന്റെ മേലെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ പോലും അറിയാതെ അത് വേറെ ആർക്കെങ്കിലും ആയിരിക്കും പോണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏക ഇലാഹെന്ന് അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ കർമ്മങ്ങളൊക്കെ ഡെഡിക്കേറ്റഡ് ആവുന്നത് വേറെ ആർക്കോ എന്തിനോ ഒക്കെ ആയിരിക്കും. അപ്പം കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു വിശ്വാസത്തിന്റെ അടിത്തറ കെട്ടല് നിർബന്ധമാണ്. പിന്നെ നമ്മൾ ഉസൈരിം എന്ന ഒരു സഹാബിയുടെ കാര്യം പറഞ്ഞു അല്ലെ. ഒരു വക്ത് നമസ്കാരം പോലും ഇല്ലാതെ ലാസ്റ്റ് നിമിഷം മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഷഹാദത്ത് ചൊല്ലി മരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞത് അവരുടെ വിശ്വാസം അത് കറക്റ്റ് ആയിട്ട് മരിച്ചത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ അപ്പൊ പ്രത്യേകം പറഞ്ഞിരുന്നു നിങ്ങൾ നിസ്കരിക്കേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ വിശ്വാസത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു സംഭവം കാണിക്കുന്നത്, ഈമാന്റെ അഖീദയുടെ ഇമ്പോർട്ടൻസ്. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞിരുന്ന ഒരു ഹദീസിന്റെ കാര്യം അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ്, ഒരു കൂട്ടം ആളുകൾ സ്വർഗത്തിലേക്ക് വിചാരണ കൂടാതെ, ഹിസാബില്ലാതെ കയറാൻ പറ്റും അല്ലെ. അവരെങ്ങനെയുള്ള ആളുകളാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തെടുത്തുള്ള ഓരോ പോയിന്റ്സും എന്താണ് തൗഹീദിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതെന്ന്. അതിന് ആ ഒരു കാര്യത്തിനെ കുറിച്ച് 1-2 ആൾക്കാർ വന്ന് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ വരുന്നുണ്ട് ഇൻഷാല്ലാഹ്. അപ്പോൾ ക്ലിയർ ആക്കാം. അപ്പം ഇന്ന് നമ്മൾ തൗഹീദിന്റെ ഫസ്റ്റ് കാറ്റഗറി, അതായത് തൗഹീദ് റുബൂബിയ്യ എടുത്ത് പഠിക്കുകയാണ് ഇൻഷാല്ലാഹ്.
ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് 4 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് തൗഹീദ് റുബൂബിയയിൽ. ഒന്ന്, തൗഹീദ് റുബൂബിയയുടെ നിർവചനം, അർത്ഥം. 2, തൗഹീദ് റുബൂബിയ നേരിട്ട വെല്ലുവിളികൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇതിനെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് പലതും മിക്സ് വന്നപ്പോൾ പല സ്ഥലത്ത് ഇത് ചലഞ്ച്ഡ് ആയി. ഇങ്ങനെ ഇത് തൗഹീദ് റുബൂബിയ ക്ലിയർ ആയിട്ട് എന്താന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വന്നു. അപ്പം ഏത് രീതിയിലുള്ള വെല്ലുവിളികളാണ് അതിന് നേരിടേണ്ടി വന്നത് പണ്ഡിതന്മാർക്ക് എന്നുള്ളത് കാണാം. പിന്നെ ഖുർആനിലെയും ഹദീസിലെയും തൗഹീദ് റുബൂബിയയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകൾ. പിന്നെ എവിടെയാണ് ആളുകൾ തൗഹീദ് റുബൂബിയയിൽ ഇന്നത്തെ നമ്മളുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് എവിടെയാണ് നമ്മൾക്ക് അതിലൊരു വഴിതെറ്റൽ സംഭവിക്കുന്നത്, തൗഹീദ് റുബൂബിയയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് മാറിപ്പോവാനുള്ള സാധ്യത എന്നാണ് ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പം ഏറ്റവും ആദ്യം തൗഹീദ് റുബൂബിയയുടെ നിർവചനാണ്. അപ്പം റുബൂബിയയിലേക്ക് പോണതിന് മുമ്പ് മൊത്തത്തിൽ ഈ തൗഹീദ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. തൗഹീദ് എന്ന് പറയുന്നത് ഇതെന്തോ പഠിച്ചിട്ട് മാറ്റി ഒരു ഷെൽഫിൽ വെക്കേണ്ട ഒരു ഐറ്റം അല്ല. അത് നമ്മളുടെ ജീവിതത്തിന്റെ രീതിയാണ്, വേ ഓഫ് ലൈഫാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് തൗഹീദ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചാൽ തൗഹീദ് ആയിരിക്കണം. നമ്മളുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാത്തിനെയും ബാധിക്കുന്ന, എല്ലാ എലമെന്റ്സിനെയും എല്ലാ ആസ്പെക്ട്സിനെയും ബാധിക്കുന്ന ഒന്നാണ് തൗഹീദ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ, നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ, നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തിൽ പോലും നമ്മളുടെ തൗഹീദ് പ്രത്യക്ഷമായിരിക്കണം. തൗഹീദ് പ്രത്യക്ഷമല്ലെങ്കിൽ എവിടെയോ അല്ലെ, നമ്മൾ ചെയ്യുന്നതിലോ പറയുന്നതിലോ ചിന്തിക്കുന്ന ആയ കാര്യങ്ങളിൽ തൗഹീദ് എവിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ എവിടെയോ നമ്മൾ ഷിർക്കിന്റെ ചെറിയ ചെറിയ ഷെയർ എടുത്തിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അതെങ്ങനെ മനസ്സിലാവും? അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ശരിക്കും എന്താ തൗഹീദ് എന്ന് അറിയണം അല്ലേ. നമ്മൾ പറയുന്ന സംസാരത്തിൽ പോലും തൗഹീദ് ഇല്ലായ്മ വരുന്നുണ്ട് നമ്മളുടെ എല്ലാവരുടെയും സംസാരങ്ങളിലും പ്രവൃത്തികളിലും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അത് ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അത് എന്താന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ അറിയാതെ ഷിർക്കിന്റെ എലിമെന്റ്സ് കടന്നു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ അള്ളാഹു അല്ലാതെ വേറെ എന്തിനൊക്കെയോ, ചിലപ്പം ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഐറ്റംസ് ആയിരിക്കൂല അല്ലെ, അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ഒന്നും ആയിരിക്കില്ല, പക്ഷെ നമ്മൾ എന്തിനൊക്കെയോ ആരാധിക്കുന്നതിൽ, ചിലപ്പോൾ നമ്മളെ തന്നെ ആരാധിക്കുന്നതിലൊക്കെ പെട്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ആമീൻ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ മറ്റു ദൈവങ്ങളൊന്നും ആയിക്കൊള്ളണമെന്നില്ല. നമ്മളെ തന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളിലേക്കൊക്കെ നമ്മുടെ ഇബാദത്ത് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞ തൗഹീദിന്റെ 3 കാറ്റഗറി ഓരോന്നും എന്താണെന്ന് നമ്മൾ വേറെ അതായത് കൂടുതൽ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൗഹീദിനെ ഈ 3 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഒരു ഡോക്ടർ അല്ലെ, ഡോക്ടർ അവരുടെ ഫസ്റ്റ് ഇയർ MBBS അനാട്ടമി പഠിക്കും അല്ലെ, സ്കെൽറ്റൽ സിസ്റ്റം പഠിക്കും, നെർവസ് സിസ്റ്റം പഠിക്കും, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, അങ്ങനെ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലെ. ഞരമ്പുകൾ ഒരു വഴിക്ക് പോണതുണ്ട് അല്ലെ, റിപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ദഹനം നടക്കുന്നുണ്ട്, നമ്മുടെ എല്ലുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് അവരിത് വേറെ എടുത്ത് പഠിക്കും. എന്തിനാ അത് പഠിക്കുന്നത്? അത് കൂടുതൽ ബെറ്റർ ആയിട്ട് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിനെയും എടുത്തു പഠിക്കുന്നത്. പക്ഷേ അങ്ങനെ വേറെ സിസ്റ്റമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി ഉണ്ടാക്കിയതൊന്നും അല്ല അല്ലെ. ഇത് ഒന്നിച്ചൊരു ബോഡിയാണ്, മൊത്തത്തില് ഹ്യൂമൻ ബോഡിയാണ്. പക്ഷെ കൂടുതൽ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തെടുത്ത് പഠിക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് മനുഷ്യന്റെ ശരീരത്തിനെ മനസ്സിലാക്കുന്നത്. നഫ്സ് ഇതിനകത്തില്ല കേട്ടോ. MBBS ആരും നഫ്സ് ഒന്നും പഠിക്കുന്നില്ല. അപ്പം തൗഹീദ് എന്ന് പറയുന്നതും ഇതേപോലെയാണ്. തൗഹീദ് എന്ന് പറഞ്ഞത് ഒന്നിച്ചൊരു സിസ്റ്റം തന്നെയാണ്. തൗഹീദ് റുബൂബിയ വേറെ, അസ്മാ വ സിഫാത്ത് വേറെ, ഉലൂഹിയ വേറെ അല്ല. പക്ഷെ ഇത് ഓരോന്നും നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇത് 3 കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ തൗഹീദ് ഉണ്ടാവണം. 3 കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളുടെ എല്ലാ മേഖലകളിലും തൗഹീദ് വരണം. അപ്പം റുബൂബിയ എന്ന് സെപ്പറേറ്റ് ആക്കുന്നതിന് മുമ്പ് ഇത് 3 ഒന്നാണ്, 3 കൂടെ കമ്പൈൻ ആയാലേ കാര്യം നടക്കൂ എന്ന് ഞാൻ പറഞ്ഞു വെച്ചേ ഉള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി എന്താണ് തൗഹീദ് റുബൂബിയ? തൗഹീദ് റുബൂബിയ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എവിടെന്നാ മൂപ്പര് വരുന്നത്. റബ്ബ് എന്നുള്ള വാക്കിൽ നിന്നാണ് അല്ലെ. റബ്ബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ് നമ്മളുടെ റബ്ബ് എന്ന് പറയുന്ന വാക്ക് ആക്ച്വലി 3 കാര്യങ്ങൾ കൂടി ചേർന്നതാണ്. റബ്ബ് ആയിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ
എനിക്ക് ഒരേ ഒരു റബ്ബേ ഉള്ളൂ, അത് അള്ളാഹ് എന്ന് പറയുമ്പോൾ ഈ റബ്ബ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്? അൽ ഖാലിഖാണ്, അല്ലെ? എല്ലാത്തിനെയും സർവചരാചരങ്ങളെയും പ്രപഞ്ചങ്ങളെയും എല്ലാം അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും സൃഷ്ടിച്ചത് റബ്ബായ അള്ളാഹ് ആണ്. അൽ ഖാലിഖാണ് റബ്ബ്. പിന്നെന്താണ്? അൽ മാലിക്കാണ്. സൃഷ്ടിക്കപ്പെട്ട എല്ലാം അവൻ്റെതാണ്. അവനാണ് അതിന്റെയൊക്കെ ഓണർ. അവൻ ഉണ്ടാക്കിയതെല്ലാം, അല്ലെ? ലഹു മാഫിസ് സമാവാതി വ മാഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം, അല്ലെ? ആകാശങ്ങളും ഭൂമിയും അവനുള്ളതാണ്. അപ്പം അവൻ മാലിക്കാണ്. അപ്പൊ അൽ ഖാലിഖാണ്, അൽ മാലിക്കാണ്. ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അവൻ എന്താണ്? അൽ മുദബ്ബിർ ആണ്. അതായത് അവന്റെ അനുവാദം ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല, എല്ലാം അവന്റെ കൺട്രോളിലാണ്. കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ആ കാര്യത്തിനെ കുറിച്ചുള്ള അറിവും വേണം, അല്ലെ? അപ്പൊ നോളജ് ആൻഡ് കൺട്രോൾ, എൽമും വേണം. എൽമും കൂടിയ ഒരു പോയിന്റ് ആണ് ഈ തദ്ബീർ അല്ലെ മുദബ്ബിർ എന്ന് പറയുന്നത്. നമ്മൾ ഈ നോളജിന്റെ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കാരണം ഇത് റുബൂബിയയുടെ ഏറ്റവും ആദ്യത്തെ ചലഞ്ചായിരുന്നു. ഏറ്റവും ആദ്യം റുബൂബിയക്ക് നേരിട്ട വെല്ലുവിളികളിൽ ഒന്നായിരുന്നു അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇൽമ എന്ന് പറയുന്നത്. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ആദ്യം ഈ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം, അപ്പം അള്ളാഹു ആണ് സൃഷ്ടാവ്, അല്ലെ? റബ്ബ് എന്ന് പറയുന്നത് അള്ളാഹു ആണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ്. അൽ ഖാലിഖ്, അള്ളാഹു ആണ് എല്ലാത്തിന്റെയും ഓണർ. അവൻ സൃഷ്ടിച്ചതിന്റെ എല്ലാം ഓണർ അവനാണ്, അതിനകത്തൊരു സംശയമില്ല, അല്ലെ? പ്ലസ് അവനാണ് എല്ലാത്തിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എല്ലാത്തിനെയും നിലനിർത്തുന്നതും പരിപാലിക്കുന്നതും അവനാണ്. മാത്രമല്ല ഇത് വെറും നിലനിർത്തലും പരിപാലിക്കലും അല്ല. അപ്പൊ നമ്മളൊരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ കമ്പനിയുടെ ഒരു മാനേജർ ഉണ്ടാവും, അല്ലെ? മാനേജർ കുറെ കാര്യങ്ങൾ കൺട്രോൾ ഒക്കെ ചെയ്യും. പക്ഷേ അയാൾക്ക് അതിന് കുറെ സപ്ലൈസ് വേണം, അല്ലെ? അയാളെ കുറെ ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ വേണം, അയാൾക്ക് കുറെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. മാനേജർക്ക് വേറൊരു ക്യാബിൻ കൊടുക്കണം, വേറെ കമ്പ്യൂട്ടർ കൊടുക്കണം, AC കൊടുക്കണം, സാലറി കൊടുക്കണം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അവൻ സൃഷ്ടിച്ചിരിക്കുന്ന അവന്റെ ഒരു സൃഷ്ടിയിൽ നിന്നും ഒരു സഹായത്തിന്റെ ആവശ്യം അവനില്ല. മാത്രമല്ല അവൻ ഈ പരിപാലിക്കുന്നതിന് പകരമായിട്ട് അവരിൽ നിന്നൊന്നും സാലറി പോലും ഒന്നും ചോദിക്കുന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു വെറും കൺട്രോൾ അല്ല, വെറും പരിപാലിക്കലല്ല, അവന് ഒന്നും ആവശ്യമില്ല, അവൻ സെൽഫായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ആ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൽ ഖാലിഖ്, അൽ മാലിക്, അൽ മുദബ്ബിർ. മുദബ്ബിർ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ, കൺട്രോൾ ചെയ്യുന്നവൻ. ഓക്കെ, നിയന്ത്രിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, ഇതെല്ലാം കൂടെ ഉൾക്കൊണ്ടതാണ് മുദബ്ബിർ. മെയിൻ്റനൻസും സസ്റ്റനൻസും ഉണ്ട്. അതായത് പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അതിനെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? വെറുതെ നിലനിർത്തിയാൽ പോരാ, അതിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം. ഭക്ഷണം കൊടുക്കേണ്ടതിന് ഭക്ഷണം കൊടുക്കണം, അറിവ് കൊടുക്കേണ്ടതിന് അറിവ് കൊടുക്കണം, ഹിദായത്ത് കൊടുക്കണം. എല്ലാം കൂടെ കൂടിയതാണ് എന്ത്? മുദബ്ബിർ. ഓക്കെ, അപ്പൊ അൽ ഖാലിഖ്, അൽ മാലിക്, അൽ മുദബ്ബിർ. അപ്പം അവൻ സൃഷ്ടാവാണ്, സൃഷ്ടിയും പരിപാലനവും, അല്ലെ? സൃഷ്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ബൈ ഡിഫോൾട്ട് ഓണർഷിപ്പ് വന്ന, അവൻ സൃഷ്ടിച്ചതാണെങ്കിൽ അവന്റെ തന്നെയാണെല്ലാം. അതുപോലെ പരിപാലനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ബൈ ഡിഫോൾട്ട് എന്ത് വന്നു? കൺട്രോളിങ് വന്നു, അറിവും വന്നു, അല്ലെ? അപ്പം ഇത് കൂടിയതാണ് സൃഷ്ടിപ്പും പരിപാലനവും കൂടിയതാണ് എന്ത്? റുബൂബിയ. സൃഷ്ടിപ്പ് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് വന്നു, എന്താണ്? ഉടമസ്ഥത വന്നു. പരിപാലനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നിയന്ത്രണവും അറിവും വന്നു, കൺട്രോളിങ് ആൻഡ് നോളജ് വന്നു. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടിയതാണ്, അല്ലെങ്കിൽ ഇത് മൂന്നും കൂടിയതാണ് എന്ത്? റുബൂബിയ. അതായത് എക്സിസ്റ്റൻസിൽ നിലനിൽക്കുന്ന ഒരേ ഒരു പവർ, ശരിയായ ഒരു പവർ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. അള്ളാഹ് പവർ കൊടുത്താൽ മാത്രമേ ഏതൊരു വസ്തുവിനും ഒന്ന് നീങ്ങാൻ പോലും, ഒന്ന് അനങ്ങാൻ പോലും, എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ചേഞ്ച് വരുത്താനും പറ്റുള്ളൂ. അപ്പൊ അവന്റെ സൃഷ്ടികൾക്ക് ഒന്നും അവന്റെ അനുവാദം ഇല്ലാതെ നടക്കൂല, ഒന്നും നടക്കൂല. ഓക്കെ, ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ അടുത്ത് എപ്പോഴും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതിനൊരു അക്നോളജ്മെന്റ് അല്ല. അള്ളാഹിന്റെ ഹൗലും ഖുവത്തും ഇല്ലാതെ, അള്ളാഹുൻ്റെതല്ലാതെ വേറൊന്നും ഇല്ല, അല്ലെ? വേറെ ആർക്കും ഒന്നും ഇല്ല എന്ന് അള്ളാഹുന്റെ അടുത്ത് അത് എടുത്തെടുത്ത് പറയാൻ പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, ഇത് റുബൂബിയയുടെ ഒരു എക്സ്പ്രഷനും കൂടിയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം അതാണ് തൗഹീദ് റുബൂബിയ. ഇനി നമുക്ക് ആ തൗഹീദ് റുബൂബിയ നേരിട്ട വെല്ലുവിളികളിലേക്ക് പോവാം. ഇത് കുറച്ചൊരു ഹെവി സാധനമാണ്. അതായത് ഹെവി ഇൻ ദ സെൻസ്, നിങ്ങൾ ശരിക്കും കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കുക. നിങ്ങൾ ചിലപ്പോൾ വേറെ പണികളിലും ഒക്കെ ഇരിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ പിന്നീട് സമയമുള്ളപ്പോൾ വേറെ തന്നെ ഒന്ന് കേട്ട് നോക്കുക. ഓക്കെ, നോട്ട്സ് എഴുതുന്നവരൊക്കെ നോട്ടൊക്കെ ഒന്ന് തൽക്കാലം മാറ്റി വെച്ചിട്ട് ആദ്യം കാര്യം കേൾക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ മനസ്സിലായ കാര്യങ്ങൾ മാത്രം എഴുതാൻ നോക്കുക. വെറുതെ എന്തെങ്കിലും ഈച്ചക്കോപ്പി ഒന്നും എഴുതണ്ട ആരും. കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പം വെല്ലുവിളികളുടെ കാര്യം പറയുമ്പോൾ തൗഹീദ് റുബൂബിയയുടെ ഏറ്റവും ആദ്യം തൗഹീദ് റുബൂബിയയിൽ ഒരു ഡിസൊബീഡിയൻസ് അല്ലെങ്കിൽ ഒരു
തിരിഞ്ഞു നിൽക്കല് അല്ലെങ്കിൽ ആളുകൾ അതിൽ നിന്ന് തെറ്റിപ്പോകല് ഉണ്ടായത്. അതായത് ഖുർആൻ പറഞ്ഞ രീതിയിലുള്ള തൗഹീദിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോയത് ഏറ്റവും ആദ്യം അള്ളാഹുവിന്റെ അറിവിന്റെ കാര്യത്തിലാണ്. അള്ളാഹുവിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണ് അല്ലെ. അതിൽ നിന്നൊന്നും ഒന്നും എസ്കേപ്പ് ചെയ്യുന്നില്ല. അള്ളാഹ്ക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. അപ്പം ഏറ്റവും ആദ്യം അതിനൊരു ചാലഞ്ച് ഉണ്ടായത്, ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് ചില ആൾക്കാരെങ്കിലും എന്താണ് അള്ളാഹ്ക്ക് എല്ലാം അറിയാമോ എന്നൊരു ചോദ്യവുമായിട്ട് വന്നു. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാം. അപ്പൊ നമുക്ക് ആദ്യം അത് മനസ്സിലാക്കാൻ നോക്കാം, അള്ളാഹ്ക്ക് എല്ലാം അറിയാമോ എന്നുള്ളത്. അതായത് അള്ളാഹ്ക്ക് എല്ലാം അറിയാമെങ്കിൽ അള്ളാഹു എന്താക്കണം, അള്ളാഹ്ക്ക് അതെല്ലാം എഴുതി വെക്കാൻ പറ്റൂലേ. ഭൂമിയിൽ ഈ ലോകാവസാനം വരെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉണ്ടായതിനു മുമ്പ് ഈ പറഞ്ഞ വസ്തുക്കൾക്കൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നു, ഇതൊക്കെ റബ്ബിന് അറിയെങ്കിൽ ഇതൊക്കെ റബ്ബിന് എഴുതാൻ പറ്റും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പ്രകാരം ഇസ്ലാമിക വിശ്വാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും ആദ്യം സൃഷ്ടിച്ചത് പേനയാണ് അല്ലെ. എന്നിട്ട് പേന ലൗഹൽ മഹ്ഫൂദ് എന്ന ആ ഒരു പ്രിസർവ്ഡ് ടാബ്ലറ്റ്, മഹ്ഫൂദ് ഹിഫ്ൽ എന്നുള്ള വാക്കിൽ നിന്നാണ് മഹ്ഫൂദ്. ഓക്കെ, മഹ്ഫൂദ് എന്ന് വെച്ചാൽ സംരക്ഷിക്കപ്പെട്ട ഒരു ഒരു സ്ലേറ്റ് എന്ന് വിചാരിക്കാം. അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോ കാണുന്ന പോലെ ഒരു ടാബ്, അത് എങ്ങനെയാണ് അതിനെ സംരക്ഷിച്ചിട്ടുള്ളത്? അതിലൊരു ചേഞ്ചസ് ആർക്കും വരുത്താൻ പറ്റൂല, അള്ളാഹു സുബ്ഹാനഹു തആല എഴുതിയതാണ്. അതുപോലെ അത് വേറൊരാൾക്കും ആക്സസ് ചെയ്യാനും പറ്റൂല. ആ രണ്ട് രീതിയിലും അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വേറൊരാൾക്ക് ചേഞ്ച് ചെയ്യാനും പറ്റൂല, തൊടാനും കാണാനും പറ്റൂല, അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പം അതിനകത്ത് എല്ലാം ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ പോലെ ഒരു ഇല വീഴുന്നത് പോലും ലൗഹൽ മഹ്ഫൂദിൽ ഉണ്ട്. എല്ലാം സംഭവിച്ചതെല്ലാം സംഭവിക്കാവുന്നതെല്ലാം എല്ലാം അതിനകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ പേന ക്രിയേറ്റ് ചെയ്തത്. ലോകം, അതായത് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് അള്ളാഹു സൃഷ്ടികളുടെ മിഖ്ദാറുകൾ രേഖപ്പെടുത്തിയിരുന്നു. മിഖ്ദാറുകൾ, ഖദറുകൾ ഒക്കെ രേഖപ്പെടുത്തിയിരുന്നു. അപ്പം ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ഹദീസ് നമ്മളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എത്തിച്ചത്? അള്ളാഹുവിന്റെ അറിവിന്റെ ആ ഒരു പെർഫെക്ഷൻ, അള്ളാഹുവിന്റെ അറിവിന്റെ ആ ഒരു വ്യാപ്തി, കോംപ്രിഹെൻസീവ്നെസ്, അതായത് കംപ്ലീറ്റ്നെസ്. അള്ളാഹ്ക്ക് എല്ലാം അറിയാം, എല്ലാം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അറിയാം എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അള്ളാഹ്ക്ക് ഇത് മറന്നു പോവോ? എഴുതി വെക്കുന്നത് എന്തിനാ? നമ്മളൊക്കെ എന്തിനാ എഴുതി വെക്കുന്നത്? നമുക്ക് പഠിക്കാൻ, മറന്നു പോവാതിരിക്കാൻ, പിന്നെ റെഫർ ബാക്ക് ചെയ്യാനൊക്കെ അല്ലെ. അള്ളാഹ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അള്ളാഹ്ക്ക് എഴുതി വെക്കേണ്ട ആവശ്യമില്ല അല്ലെ. പക്ഷെ അള്ളാഹു എന്തിനാ ഇത് പറഞ്ഞത്? നമ്മളെ അറിയിക്കണം. അള്ളാഹ്ക്ക് എല്ലാം അറിയാം, അള്ളാഹ്ക്ക് കംപ്ലീറ്റ് നോളജ് ഉണ്ട്. നമുക്ക് അള്ളാഹിന്റെ അറിവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതാണ് അതിന്റെ പ്രൂഫ്. അള്ളാഹ്ക്ക് എല്ലാം അറിയാം. അള്ളാഹ് എല്ലാ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അതിനെക്കുറിച്ച് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അള്ളാഹ്ക്ക് നോളജ് കംപ്ലീറ്റ് ആണെന്ന്? അറിഞ്ഞോ? അപ്പൊ നമുക്ക് അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അല്ലെ. പിന്നെ ഇത് എവിടെയാ ഇത് തെറ്റിപ്പോയത്? എവിടെയാണ് ആളുകൾ ഇതിൽ നിന്ന് തിരിഞ്ഞു പോയത്? എവിടെയാണ് വെല്ലുവിളി വന്നത് ഇതിൽ അള്ളാഹിന്റെ അറിവിനെ കുറിച്ച്? ഞാൻ പറഞ്ഞു, പല വിശ്വാസങ്ങളിൽ നിന്ന് ആളുകൾ വന്നിരുന്നു അല്ലെ. അവരിങ്ങനെ അവരുടേതായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അങ്ങനെ അപ്പം എല്ലാം എഴുതി വെക്കുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് അപ്പോൾ ചോയ്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ. സ്വാഭാവികം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും. നമുക്ക് അതിലേക്ക് വരാം. അങ്ങനെ ചെറുതായിട്ട് സംശയത്തിന്റെ വിത്തുകൾ ഇട്ടു തുടങ്ങി ക്രിസ്ത്യാനികൾ. അതുപോലെയുള്ള പല പല ക്രിസ്ത്യാനികൾ എടുത്തു പറയില്ല. ആ ഒരു സമയത്ത് ഇസ്ലാം പല രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചപ്പോൾ, പേർഷ്യ, ജെറുസലേം, ഗ്രീസ്, സിറിയ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോയപ്പം അവിടെയൊക്കെയുള്ള പല പല വിശ്വാസമുള്ളവര് ഇതിനകത്തേക്ക് വന്നിട്ട് അവരിങ്ങനെ മെല്ലെ ഇതിനെക്കുറിച്ചൊരു തർക്ക വിതർക്കങ്ങളൊക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം സമൂഹത്തിലൊക്കെ ഇതിങ്ങനെ അലയടിക്കാൻ തുടങ്ങി. എന്നാലും എങ്ങനെയായിരിക്കും അത് അല്ലെ? പല സമൂഹങ്ങള്, പല ഫിലോസഫികൾ, അതായത് തത്വചിന്തകന്മാര്, അവരൊക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് ഫൈനലി അവരെത്തിയ കൺക്ലൂഷൻ എന്താന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ, അതായത് രണ്ട് രീതിയിലുള്ള കൺക്ലൂഷൻസ് ആണ്. ഒന്ന്, അള്ളാഹ്ക്ക്, ദൈവത്തിന് എല്ലാം അറിയില്ല, മനുഷ്യന്മാർക്ക് ചോയ്സ് ഉണ്ട്. അതായത് മനുഷ്യന്മാർക്ക് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, ദൈവത്തിന് എല്ലാ കാര്യങ്ങളും ഒന്നും അറിയില്ല, കുറച്ച് എന്തൊക്കെയോ അറിയാം. വേറൊരു വിഭാഗം കൺക്ലൂഡ് ചെയ്തത്, ദൈവത്തിനെല്ലാം അറിയാം, പക്ഷെ മനുഷ്യന്മാർക്ക് ഒരു ചോയ്സ് ഒന്നുമില്ല, മനുഷ്യന്മാർ ഇങ്ങനെ ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്യാണ്. അങ്ങനെ ഈ രണ്ട് പൊസിഷനിലാണ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിലാണ് അവരെത്തിപ്പെട്ടത്. പക്ഷേ ഇസ്ലാം, സുബ്ഹാനല്ലാഹ്, നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചത്? മനുഷ്യന്മാർക്ക് ചോയ്സ് ഉണ്ട് അല്ലേ.
അള്ളാഹ്ക്ക് എല്ലാം അറിയുകയും ചെയ്യാം. അപ്പം ഇത് രണ്ടും കൂടെ, അള്ളാഹ്ക്ക് എല്ലാം അറിയാം, അള്ളാഹ്ക്ക് അറിയുന്ന കാര്യത്തിൽ ഒരു സംശയവും എന്നാൽ മനുഷ്യന്മാർക്ക് ചോയ്സ് ഉണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്ക് ഇത് എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അള്ളാഹുവിനെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് നമുക്ക് ഹൗ എന്നൊരു ചോദ്യം ഇല്ല. അപ്പോ അതെങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം നമുക്കില്ല. നമ്മൾ ഇസ്ലാമില് സുബ്ഹാനല്ലാഹ് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലാത്ത ചില ഏരിയാസ് ഉണ്ട്. അതിൽ പെട്ടതാണ് ഇത്. അള്ളാഹുവിന്റെ കഴിവുകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ ഖുദ്റത്ത്, ഇതിൽ ഹൗ എന്നൊരു ചോദ്യം നമുക്കില്ല അള്ളാഹുവിന്റെ സിഫാത്തുകൾ. കാരണം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല, നമ്മൾ അതിനായിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അള്ളാഹ്ക്ക് എല്ലാം അറിയാം, ഒരു സംശയമില്ല. അള്ളാഹ്ക്ക് എല്ലാത്തിനെ കുറിച്ച് എല്ലാം അറിയാം, ഒരു സംശയമില്ല. മനുഷ്യന്മാർക്ക് ചോയ്സ് ഉണ്ട്, അല്ലേ? അപ്പം അത് രണ്ടും എന്താ, നമ്മൾ അതങ്ങ് വിശ്വസിക്കാം. സുബ്ഹാനല്ലാഹ്. ഇത്രയും മതി, ഇത്രയും പറഞ്ഞാൽ മതി. എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈ പറഞ്ഞ കാര്യത്തിന് ഒന്നും കൂടെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. കാരണം ഇത് പൊതുവെ ഇതും കൊണ്ട് പോകുമ്പോൾ മനുഷ്യന്മാർക്ക് ഭയങ്കര സംശയം, അതെങ്ങനെ ശരിയാവും, അതെങ്ങനെ ശരിയാവും ചോദിക്കാൻ പാടില്ല. എന്നാൽ പോലും ലഭ്യമായ അറിവ് വെച്ചിട്ട്, അതായത് നമുക്ക് നമ്മുടെ ഇസ്ലാമിക ശാസ്ത്രങ്ങളിൽ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിലൊക്കെ വന്നിട്ടുള്ള അറിവ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടുള്ള നോട്ടാണ് ഇത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഖദറിനെ കുറിച്ച് ഒരു ക്ലാസ് മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് സമ്മറി ഇവിടെ പറഞ്ഞിട്ട് പോവാം. ആ ക്ലാസ് കേൾക്കാത്തവർ, എനിക്ക് കേട്ടവരാണെങ്കിലും ഒന്നും കൂടി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ കേട്ട് നോക്കാം, അപ്പൊ ഒന്നും കൂടെ മനസ്സിലാവും. അപ്പം ഇത് സ്പെഷ്യൽ നോട്ടാണ്. ഖദറിന് 4 ഘട്ടങ്ങളാണ്. മറാഹിലുൽ ഖദർ. അതിൽ ആദ്യത്തത് അൽ ഇൽമ്, അള്ളാഹുവിന്റെ അറിവ്. അള്ളാഹ്ക്ക് എല്ലാം അറിയാം, അല്ലെ? എന്തൊക്കെ സംഭവിക്കും, എന്താണ് ഭാവി, എല്ലാം റബ്ബിന് അറിയാം. നമ്മുടെ കണ്ണിൽ മറിഞ്ഞിരിക്കുന്നതൊക്കെ റബ്ബിന് അറിയാം. രണ്ടാമത്തെ സ്റ്റേജ് അൽ കിതാബ. കിതാബ എന്ന് പറഞ്ഞത് എഴുത്ത്. അള്ളാഹുവിനെല്ലാം അറിയാവുന്നത് കൊണ്ട് എന്താണ്, അള്ളാഹു എല്ലാം എഴുതിയിട്ടുണ്ട്, അല്ലെ? ലൗഹുൽ മഹ്ഫൂദിൽ, അത് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് അൽ മഷീഅ. മഷീഅ എന്ന് പറഞ്ഞാല് ഉദ്ദേശം. നമ്മൾ ഇൻഷാ അള്ളാഹ് എന്ന് പറയുന്നില്ല, ഇൻഷാ ആ ഷാ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, മഷീഅ അള്ളാഹുവിന്റെ ഉദ്ദേശം. അതായത് അള്ളാഹുവിന്റെ അറിവ് വെച്ച് അള്ളാഹു എഴുതി വെച്ച കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഉദ്ദേശിക്കുക. ഓൾറെഡി വർഷങ്ങൾ മുമ്പ് അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയത് ഇപ്പം അത് സംഭവിക്കാൻ വേണ്ടി അള്ളാഹു ഞാൻ ഉദ്ദേശിച്ചു, അല്ലേ? അപ്പം ഇതുവരെ അതായത് നമ്മളെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്ന കാര്യം പണ്ട് അള്ളാഹിന്റെ അറിവ് കൊണ്ട് അള്ളാഹു അത് എഴുതി വെച്ചിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ. ഇപ്പൊ അത് സംഭവിക്കാൻ നേരം അള്ളാഹു എന്താക്കാണ്, അത് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ 3 കാര്യങ്ങൾ, അൽ ഇൽമ, അൽ കിതാബ, അൽ മഷീഅ. ഈ 3 കാര്യങ്ങളും വൈബായ ലോകത്ത് നടക്കുന്ന, നമുക്ക് ഒരു കൺട്രോളും ഇല്ല ഈ കാര്യങ്ങളിൽ, അല്ലെ? അള്ളാഹ്ക്കേ അറിയുള്ളൂ, അല്ലോ? ഒരു അള്ളാഹിന്റെ ഖദറിൽ നമുക്കൊരു കൺട്രോൾ ഇല്ല. ഞാൻ പറഞ്ഞത് ഈ 3 കാര്യങ്ങൾ നമുക്ക് അറിയ പോലും ഇല്ല. നമ്മൾ അള്ളാഹ് പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. അള്ളാഹിന്റെ ഇൽമ, അള്ളാഹിന്റെ കിതാബ, അള്ളാഹിന്റെ മഷീഅ. ഇനി 4മത്തത് അൽ ഖലഖ്. ഖലഖ് എന്ന് പറഞ്ഞാൽ ആ സംഭവം ഉണ്ടാക്കുക, ആ സംഭവം എന്താണോ അള്ളാഹ് എഴുതി വെച്ചത് അത് നടത്തുക. റിയൽ വേൾഡിൽ നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ, നമ്മുടെ ജീവിതത്തിലുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അത് നടക്കുന്നു. അള്ളാഹ് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ മലായിക്കത്ത് അത് സംഭവിപ്പിക്കുന്നു. ഓക്കെ, എന്താണോ അള്ളാഹ് ഉദ്ദേശിച്ചത്, സൂര്യൻ ഉദിക്കാനാണെങ്കിലും ഒരു ഇല വീഴാനാണെങ്കിലും എന്തിനാണെങ്കിലും അള്ളാഹ് മലായിക്കത്തിന് അനുവാദം കൊടുക്കുന്നു, അവര് അതിവിടെ ക്യാരി ഔട്ട് ചെയ്യുന്നു. ആ ഒരു റൂള്. ഇപ്പം ഉദാഹരണത്തിന് അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ എക്സ് എന്ന് പറഞ്ഞ ട്രീന്നും വൈ എന്ന് പറഞ്ഞ ഇല ഇന്ന് രാവിലെ വീഴും എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ വീട്ടിന്റെ പുറത്തേക്ക് പോകുമ്പോൾ ഒരു മരത്തുനിന്ന് മുകളിൽ ഇല വീഴുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? ഓ, ഈ ഇലയൊക്കെ വീണിട്ട് നമ്മൾ അടിച്ചു വരണല്ലോ എന്നാണ് നമ്മളപ്പോൾ ആലോചിക്കുന്നത്. പക്ഷേ ഈ എക്സ് എന്ന് പറഞ്ഞ ഇല, മരത്തിൽ നിന്ന് വൈ എന്ന് പറഞ്ഞ ഇല വീഴണമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ സമയമായപ്പോൾ അള്ളാഹു മലായിക്കത്തിന് അനുവാദം കൊടുത്തു, അല്ലെ? എന്നിട്ട് മലായിക്കത്ത് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മീൻസിലേക്ക്, എന്താണോ, ചിലപ്പം അത് കാറ്റടിച്ചിട്ടാവും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പോണ വഴിക്ക് ഒരു കുട്ടി ആ മരം പിടിച്ച് കുലുക്കിയതുകൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു കല്ലെറിഞ്ഞതുകൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷി കൊത്തിയിട്ട് താഴെ ഇട്ടതാവാം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതിന്റെ ഹലക്ക സംഭവിക്കണം. ആ ഒരു സംഭവം അതിന്റെ സൃഷ്ടിപ്പ് സംഭവിക്കുകയാണ്, ആക്ഷൻ സംഭവിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ്ക്ക് അറിയാം, അള്ളാഹ് എഴുതിയിട്ടുണ്ട് ഈ ഇലയുടെ വിധി. അള്ളാഹ് അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് സംഭവിക്കാനുള്ള മീൻസും അള്ളാഹ് ഉണ്ടാക്കിയില്ലേ? ഒരു കാറ്റടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കുട്ടീനെ കൊണ്ട് കുലുക്കിപ്പിച്ചിട്ടോ അത് ഉണ്ടാക്കി. അങ്ങനെ ഇത് 4 കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്ത്, അള്ളാഹിന്റെ ഖദർ ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്.
അപ്പം അള്ളാന്റെ മഷീഅനെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ അല്ലെ, വിൽ എന്ന് പറഞ്ഞ അള്ളാഹിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ ഉദ്ദേശം പോലെയല്ല അല്ലെ. നമ്മൾ പലതും ഉദ്ദേശിക്കാറുണ്ട്, അതുപോലെയല്ല അള്ളാഹിന്റെ ഉദ്ദേശം. അള്ളാഹിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളാഹിന്റെ എൽമിനെ ബേസ് ചെയ്തിട്ടുള്ള, അള്ളാഹ്ക്ക് എല്ലാം അറിയാം. അള്ളാഹ്ക്ക് എല്ലാം അറിയാം നമ്മളെ കുറിച്ച് അല്ലെ. ഫ്യൂച്ചർ അറിയാം, പാസ്റ്റ് അറിയാം, വൈബ് അറിയാം, എല്ലാം അറിയാം. ആ ഒരു എൽമിൽ നിന്നാണ് അള്ളാഹ് ആ ഒരു ഖദറിനുള്ള ആ ഒരു ഉദ്ദേശം ഉദ്ദേശിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ആ ഖദർ, അതുവഴി ഉണ്ടാകുന്ന ഖദർ എപ്പോഴും ഹൈറായിരിക്കും അല്ലെ. അള്ളാഹ്ക്ക് എല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ ആ അള്ളാഹിന്റെ എൽമ ബേസ് ചെയ്തിട്ട് അള്ളാഹ് ഒരു കാര്യത്തിന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഖദർ, അതുവഴി ഉണ്ടാകുന്ന ഖദർ എപ്പോഴും ഹൈറായിരിക്കും. നമ്മളൊക്കെ ചിലപ്പോ ചില കാര്യങ്ങൾ നല്ല നീയത്തോട് കൂടി ആർക്കെങ്കിലും നല്ലത് വരണം എന്ന് വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാല് അവസാനം നമുക്ക് കിട്ടുന്നത് അവർക്ക് നമ്മളോടുള്ള വെറുപ്പായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്, നടക്കാറില്ലേ? കാരണം നമുക്ക് അറിയൂല നമ്മൾ ആ ചെയ്യുന്നത് ഹയറാണോ, നമുക്ക് അവരുടെ ഹൃദയങ്ങളിലുള്ള അവർക്ക് എന്തായിരുന്നു വേണ്ടതെന്ന് നമുക്കറിയില്ല അല്ലെ. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മുമ്പ് നടന്നത് എന്താന്ന് നമുക്കറിയില്ല, അവരുടെ ഫ്യൂച്ചർ നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള എൽമില്ലാത്തത് കൊണ്ട് നമുക്കത് ഹൈറ തന്നെ ആവുന്ന നമുക്ക് അറിയാനൊന്നും പറ്റില്ല. നമ്മുടെ അറിവില്ലായ്മയാണ് ചിലപ്പോൾ നമ്മൾ ഹൈറാന്ന് വിചാരിച്ച നല്ലാന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചിലപ്പം അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്. പക്ഷെ അള്ളാന്റെ ഖദർ, അള്ളാന്റെ മഷിയ, അള്ളാന്റെ വില്ലെന്ന് പറയുന്നത് അള്ളാന്റെ അറിവിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ അറിവ് കൊണ്ട് അള്ളാഹ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അത് എപ്പോഴും ഹയറായിരിക്കും. ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാം അള്ളാഹു തീരുമാനിച്ചതാണ്, അതിലെല്ലാം എപ്പോഴും ഹയർ ഉണ്ടാവും. ഇനി എല്ലാം അള്ളാഹിന്റെ ഖദറാണെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ആക്ഷൻസ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, അതിനെക്കുറിച്ച് അള്ളാഹു ഹിസാബ് ചെയ്യുക? എങ്ങനെയാണ് അതിന് അള്ളാഹു പ്രതിഫലം തരാം? അത് ഇതിൽ ചെറിയൊരു പോയിന്റ് വെച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന, നമ്മൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒക്കെ നമ്മളുടെ ആഖിറത്തിന് ഒരു ചേഞ്ച് ഉണ്ടാക്കാത്ത കാര്യങ്ങളാണെങ്കിൽ, ഓക്കെ, ആഖിറത്തിന് ഒരു ചേഞ്ച് ഉണ്ടാക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അത് അള്ളാഹു നമ്മുടെ മേലെ ഇമ്പോസ് ചെയ്ത ഒരു ഖദറാണ്. അള്ളാഹ് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യൂല. ഉദാഹരണം പറയാപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഇനി നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ആഖിറത്തിന് ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടെ നമുക്ക് ചോയ്സ് ഉണ്ട്, നമുക്ക് ചിന്തിച്ച് ഡിസൈഡ് ചെയ്യാം. അവിടെയും അള്ളാന്റെ ഖദർ വേണം. കാരണം അള്ളാഹ് അനുവദിച്ചാൽ മാത്രമേ, അള്ളാന്റെ മഷിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളുടെ ആഖിറത്തിന് അതിനൊരു റോൾ ഉള്ളത് കൊണ്ട് അത് നമ്മളുടെ ചോയ്സ് ആണ്. നമ്മളെ ചോയ്സും അള്ളാന്റെ ഖദറുമാണ് ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. നമുക്ക് നമ്മളുടെ ആഖിറത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്താണ്, അവിടെ നമുക്ക് നമ്മളുടെ ചോയ്സ് ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. നമ്മളെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ വന്ന് നമ്മളെ സ്കോൾഡ് ചെയ്യാം, ചീത്ത പറയാം, നല്ല പൊളിച്ച തെറി പറയാം, നമുക്ക് ഒരു കൺട്രോളും ഇല്ല അല്ലെ അതിന്റെ മുകളിൽ. അവര് നമ്മളെ ചീത്ത പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ ആഖിറത്തിന് ഒരു മാറ്റവും വരാൻ പോണില്ലല്ലോ. അവരല്ലേ ചീത്ത പറഞ്ഞത് അല്ലേ. അവര് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ പേരിൽ നമ്മളെ ആഖിറം ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പം അവിടെ അള്ളാഹുവിന്റെ ഖദർ നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹ് തീരുമാനം എടുത്താണ്, നമുക്കൊരു ചോയ്സ് ഇല്ല അതില്. ഓക്കെ, പക്ഷെ എന്നാലും അവിടെ ഹയർ ഉണ്ട് കേട്ടോ. കാരണം അള്ളാഹിന്റെ ഖദർ ഹയർ ഇല്ലാത്തതാവില്ല. അവിടുന്ന് എങ്ങനെ ഹയർ കൊണ്ടുവരാന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെ ഹയർ ഉണ്ടാക്കാന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇനി അവര് നമ്മളെ ചീത്ത പറഞ്ഞ് നമ്മളെ തിരിച്ചവരെ ചീത്ത പറയാൻ നിൽക്കുക, അവിടെ നമ്മളെ ചോയ്സ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അവിടെ അത് നമ്മളെ ആഖിറത്തിനെ ബാധിക്കും അല്ലേ. അവരിങ്ങോട്ട് പറഞ്ഞാൽ നമ്മളെ ആഖിറത്തിൽ ഒരു ബന്ധവും ഇല്ല, അള്ളാഹിന്റെ ഖദർ മാത്രമാണ് അവിടെ. നമ്മൾ തിരിച്ചു പറയുമ്പോൾ അത് നമ്മളെ ആഖിറത്തിനെ ബാധിക്കും. രണ്ട് തെറി അങ്ങോട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ പേരിൽ ശിക്ഷ കിട്ടിയേക്കാം അല്ലേ. പിന്നെ നമ്മൾ ഇനി അതല്ല, നമ്മൾ അവരെ ചീത്തയൊന്നും പറയുന്നില്ല, നമ്മൾ പിറ്റേ ദിവസം വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് എന്നാലും ഓൾ എന്നെ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഓള് പറയാൻ പാടില്ല, ഓള് ഭയങ്കര മോശപ്പെട്ടോളാണ്, കുറ്റം പറയാം അവളെ പറ്റി. അവിടെയും നമ്മുടെ ആഖിറത്തിൽ ഒരു റോൾ ഉണ്ടായിരുന്നല്ലേ. അവിടെ നമ്മുടെ ചോയ്സ് ആണത്. എന്നാൽ നമുക്ക് അവിടെ ക്ഷമയോടുകൂടി ഇരിക്കായിരുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. നിങ്ങളെ ഇഷ്ടം, നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കണോ തെറി പറയണോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിച്ചു. ഇവിടെ നമ്മൾ ഖദറും ചോയ്സും തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാണ്. ഓക്കെ, അപ്പം നമ്മൾ ക്ഷമയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ അതൊരു ചോയ്സ് ആണ്. അതിനൊരു പക്ഷെ നമുക്ക് ആഖിറത്തിൽ പ്രതിഫലം നേടാൻ പറ്റും. സുബ്ഹാനല്ലാഹ്.
അപ്പം നമുക്ക് ചോയ്സ് ഉള്ളത് എവിടെയാണ് ഈ ദുനിയാവില്? നമ്മളുടെ ആഖിറത്തിന് ഒരു മാറ്റം വരുത്താൻ പറ്റുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സുബ്ഹാനല്ലാഹ്, എവിടെയും നമുക്ക് നമ്മളുടെ ആഖിറത്തിന് ഒരു ചേഞ്ച് വരുത്താൻ പറ്റും. നമുക്ക് ചോയ്സ് ഉണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം ചോയ്സ് ഇല്ല എന്ന് പറഞ്ഞവരുടെ ഊഹവും തെറ്റാണ്, അള്ളാഹ്ക്കെല്ലാം അറിയൂല എന്ന് പറഞ്ഞവരുടെ ഊഹവും തെറ്റാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വിശ്വസിക്കലാണ് ഒരു മുസ്ലിം. ഓക്കെ, ഈ ഖദറിനെ കുറിച്ച് കൂടുതൽ എക്സാമ്പിൾ വെച്ചിട്ട് ആ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ആ ക്ലാസ് ഷെയർ ചെയ്യാം, കേൾക്കാത്തവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് കേൾക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മുടെ റുബൂബിയയിലേക്ക് തിരിച്ചു വരാം. റുബൂബിയയുടെ ചാലഞ്ചിന്റെ കാര്യം നമ്മൾ പറയുന്നു അല്ലെ? ഒരു വശത്ത് അള്ളാഹ്ക്കെല്ലാം അറിയാം, മറുവശത്ത് മനുഷ്യന്മാർക്ക് ചോയ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളെ മുസ്ലിംസ് അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ വിശ്വസിക്കുന്നവര് അല്ലെ, ഈമാനുള്ളവര്, ഈ ഹൗ എന്നുള്ള ചോദ്യം, എങ്ങനെ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കൂല. നമുക്ക് ചിലപ്പം കുറച്ച് കാര്യങ്ങളെ ഖദറിനെ കുറിച്ചും ചോയ്സിനെ കുറിച്ചും മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. പിന്നെയും പിന്നെ ആലോചിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായേക്കാം അല്ലെ? അള്ളാഹ്ക്കേ അറിയുള്ളൂ. പക്ഷെ നമ്മൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈബ് അല്ലെ, വൈബായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട. നമ്മൾ എന്താണ്, ആഖിറ ഉണ്ട് വിശ്വസിക്കുന്നുണ്ട് അല്ലെ? ആഖിറം ഉണ്ട്, യൗമുൽ ആഖിറ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ഹിസാബ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതായത് നമ്മൾ അള്ളാഹ് പറഞ്ഞു, നമ്മൾ അതിൽ വിശ്വസിക്കുന്നു. ആ വൈബായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നേ ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചോയ്സ് ഉണ്ടെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ആ ചോയ്സ് നന്നാക്കിയാൽ നമുക്ക് ആഖിറത്തിൽ ഗുണം ഉണ്ടെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് തന്നെ നന്നാക്കിക്കൊണ്ടേ ഇരിക്കുക അല്ലെ? നമ്മളുടെ ചോയ്സുകൾ നന്നാക്കിക്കൊണ്ടേ ഇരിക്കുക, അതേ നമുക്ക് ചെയ്യാനുള്ള. അല്ലാതെ അള്ളാഹ് എന്നാലും അതെങ്ങനെയായിരിക്കും ചെയ്യുന്നത് എന്ന് ചോദിക്കല് നമ്മളുടെ വകുപ്പിൽ പെട്ടതല്ല. അള്ളാന്റെ ഖദറിന്റെ ഡ്യൂട്ടി അള്ളാഹ് ചെയ്തോളും. അള്ളാഹ്ക്ക് എല്ലാം അറിയാം, നമുക്ക് അറിയേണ്ട കാര്യമില്ല അത് അള്ളാഹ് എങ്ങനെയാ ചെയ്യുന്നത് എന്ന്. പക്ഷെ ഈ ഫിലോസഫേഴ്സ്, ഈ തത്വചിന്തകന്മാർക്ക് അല്ലെങ്കിൽ ഈ കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇത് രണ്ടും കൂടെ ആലോചിച്ച് ചിന്തിച്ച് തല പുകഞ്ഞിട്ട് ഒരു കൺക്ലൂഷൻ എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കൺക്ലൂഷൻ അവർക്ക് എങ്ങനെ എത്താൻ പറ്റില്ല? അള്ളാഹിന്റെ കഴിവിനെ കുറിച്ച് അവർ കൺക്ലൂഷൻ നടത്താൻ പോകുന്ന. സുബ്ഹാനല്ലാഹ്, അവര് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്ത് വീണ്ടും ഡിബേറ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ അവർ രണ്ട് കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്തു. ഒന്നെങ്കിൽ ദൈവത്തിന് എല്ലാം അറിയൂല, മനുഷ്യന്മാർക്ക് ചോയ്സ് ഉണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് എല്ലാം അറിയാം, മനുഷ്യന്മാർക്ക് ചോയ്സ് ഇല്ല. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയില്ല. കാരണം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണമെങ്കിൽ വൈബില് വിശ്വാസം വേണം അല്ലെ? അള്ളാന്റെ കഴിവില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അള്ളാഹ് പറഞ്ഞത് അതേപടി വിശ്വസിക്കലാണെന്നുള്ള ഒരു സംഭവം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അത് അവരെ കൊണ്ട് പറ്റൂല. ചിന്ത കൂടിയവർക്ക് അല്ലെങ്കിൽ യുക്തിയുള്ളവർക്ക് അത് പറ്റൂല അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഇവരിപ്പം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കെല്ലാം അറിയൂല എന്ന് പറഞ്ഞു. അള്ളാഹ്ക്കെല്ലാം അറിയൂല എന്ന് പറയുമ്പം അള്ളാഹ് എന്താണ്, കംപ്ലീറ്റ് അല്ല അല്ലെ, പരിപൂർണനല്ല, പരിമിതികളോട് കൂടിയവനാണ് എന്ന് അവര് പറഞ്ഞു വെക്കണല്ലേ. അള്ളാഹ്ക്ക് എല്ലാം അറിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് അത്ര കംപ്ലീറ്റ് ഒന്നല്ല, അള്ളാഹ്ക്ക് കുറെ പരിമിതികൾ ഉണ്ട് എന്ന്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എന്തെങ്കിലും ഒരു പരിമിതി അള്ളാഹ്ക്ക് ഉണ്ടെങ്കിൽ, അള്ളാഹിന്റെ അറിവ് കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവര് പറയുന്നത് അള്ളാഹ് എന്താണ്, ഒരു കംപ്ലീറ്റ് ഗോഡ് അല്ല, ഇലാഹല്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള ദൈവമല്ല. കാരണം ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, മനുഷ്യന്മാരുടെ പൊതുവെ ദൈവം എന്ന് പറഞ്ഞാൽ സർവശക്തനാണ്, സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പം അവരങ്ങനെ പറയുമ്പം അള്ളാഹ്ക്ക് എല്ലാത്തിനെ കുറിച്ചും അറിയൂല, അല്ലെങ്കിൽ എല്ലാത്തിനുള്ള കഴിവും ഇല്ല എന്ന് പറയുമ്പം എവിടെയോ അവര് പോലും അറിയാതെ അല്ലെ, ആ കഴിവുള്ള വേറെ ആരൊക്കെയോ അവര് ആരാധിക്കാൻ തുടങ്ങും. അവര് പോലും അറിയാതെ എന്തിൽ ചെന്ന് ചാടും? തൗഹീദ് റുബൂബിയയിൽ നിന്ന് അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ചുള്ള സംശയത്തിന്റെ പേരിൽ അവര് ഷിർക്കിൽ ചെന്ന് ചാടും. അപ്പൊ നമ്മൾ എന്താണ്, അക്സെപ്റ്റ് ചെയ്യുക. അള്ളാഹ്ക്ക് എല്ലാം അറിയാം, എല്ലാം അള്ളാഹിന്റെ ഖദറാണ്. നമുക്ക് ചോയ്സ് ഉണ്ട്. എന്താ ചോയ്സ്? നമ്മളുടെ ആഖിറത്തിൽ ഒരു ചേഞ്ച് വരുത്തുന്ന എന്തൊരു കാര്യത്തിലും നമുക്കൊരു ചോയ്സ് ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സിമ്പിൾ ആണ്. നമ്മൾ ആഖിറത്തിൽ മാറ്റം വരുത്തുന്ന കാര്യത്തിൽ നമുക്ക് ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് നമ്മൾ എടുക്കാം, നമുക്ക് ചെയ്യാം. അള്ളാഹിന്റെ അറിവ് കംപ്ലീറ്റ് ആണ്. ഇനി അതെങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ടാലി ചെയ്യാന്നുള്ളത് നമ്മൾ അറിയേ വേണ്ട. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. സുബ്ഹാനല്ലാഹ്. അപ്പം ചില സമയത്തൊക്കെ നമ്മളെ ഒരു ചോയ്സ് എടുക്കാന്ന് വെച്ചാൽ, ഇന്ന കാര്യം ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിച്ച്, പക്ഷേ അവിടെ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? അങ്ങനെ വരാം. അപ്പൊ ഈ സ്കോൾഡിങ്, ചീത്ത പറയുന്നതിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് അവൾ അങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല എന്ന് വെച്ചിട്ട് അവളെ വീട്ടിൽ പോയി ചീത്ത പറയാൻ വേണ്ടി ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് ആരുമില്ല, ഒരു പാക്കപ്പ് ചെയ്ത് വേറെ എങ്ങോട്ടോ പോയി, വേറെ നാട്ടിലേക്ക് പോയി, ഞാൻ അറിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്.
അവിടെ അള്ളാന്റെ ഖദറുണ്ടല്ലേ. അപ്പൊ നമ്മളെ ചോയ്സിൽ പോലും അള്ളാഹ് സമ്മതിച്ചാലേ അത് നടക്കുള്ളൂ. അപ്പം എവിടെയോ അല്ലേ നമുക്കറിയാത്ത ചില കാര്യങ്ങൾ ഇതിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ആലോചിക്കണ്ട. അള്ളാഹ്ക്ക് എല്ലാം അറിയാം. അള്ളാന്റെ ഖദർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമുക്ക് ചോയ്സ് ഉണ്ട്. ഇത് നമ്മൾ വിശ്വസിക്കുന്നു, മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യാനുള്ളത്? നമ്മളെ ചോയ്സ് എപ്പോഴും ബെറ്റർ ആക്കാൻ ശ്രമിക്കുക, ബെറ്റർ ആക്കിക്കൊണ്ടേയിരിക്കാൻ ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. അത്രയും നമ്മൾ അറിഞ്ഞാൽ മതി. ഇനി മറ്റേ വിഭാഗം അല്ലെ, ഈ ഫിലോസഫി തത്വചിന്തം പറയുന്നവർ, തത്വചിന്തക അവരെ എന്താ വിചാരിക്കുന്നത്? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം, ഈ പറഞ്ഞതെല്ലാം അതെന്താ അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ, അത് നമുക്ക് മനസ്സിലാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരതിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കും. അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ, അതായത് അള്ളാഹ്ക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയണം എന്ന് വാശി പിടിച്ചിട്ട്, അതിങ്ങനെ നമുക്ക് മനസ്സിലാവാതായ ശരിയാവാന്ന് വാശി പിടിച്ചിട്ട് അവരതിന്റെ പിന്നാലെ പോവും. നമുക്ക് ഈ ലോകം എങ്ങനെയാ സൃഷ്ടിച്ചത് നമുക്ക് അറിയില്ല അല്ലെ. പിന്നെ എന്തിനാ നമ്മൾ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പോണേ? നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അള്ളാഹ് എന്താണോ പറഞ്ഞത് അള്ളാഹിനെ കുറിച്ച് അത് അതേപടി ആക്സെപ്റ്റ് ചെയ്യുക. നമ്മളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ. അപ്പം ഈ ഒരു കോൺട്രവേഴ്സി, ഈ ഒരു ഡിബേറ്റ്, മനുഷ്യന്മാരുടെ ചോയ്സും അള്ളാഹിന്റെ അറിവും അതിനെക്കുറിച്ചുള്ള ഡിബേറ്റ് അങ്ങനെ നടന്ന് ആക്ച്വലി ഇറാഖില് സൗസൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം ക്രിസ്ത്യൻ ആയിരുന്നു അന്ന്, അതിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. അയാളാണ് ഏറ്റവും ആദ്യം ഈ ഒരു കാര്യം, അള്ളാഹുവിന്റെ ഖദറും അള്ളാഹുവിന്റെ ഇൽമും തമ്മിലുള്ള ആ ഒരു മാച്ചില്ലായ്മയെ കുറിച്ചുള്ള ഒരു ചാലഞ്ച് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. അപ്പൊ ഇയാൾ എന്തെന്ന് വെച്ചാൽ എല്ലാ മുസ്ലിം സർക്കിൾസിലും, ഡിസ്കഷൻ സർക്കിൾസിലും ഈ ടോപ്പിക് എടുത്തിടും. സുബ്ഹാനല്ലാഹ്. എല്ലാ സ്ഥലത്തും ഈ ടോപ്പിക് അവർ എടുത്തിടും. അങ്ങനെ അവിടെയൊക്കെ ഈ ഒരു കുഴപ്പം അയാൾ ഉണ്ടാക്കും. പിന്നെ അയാളുടെ സ്റ്റുഡൻസിൽ പെട്ട ഒരാളായിരുന്നു മഅദബ് ഇബ്നു ഖാലിദ് അൽ ജുഹ്നി, ബസ്രയിൽ നിന്ന്. ഈ ആളും ഈ ടീച്ചിങ്, ഈ ഒരു സംഭവം, ഈ ഒരു കുഴപ്പം പിടിച്ച ആശയം പല സ്ഥലങ്ങളിൽ അതിങ്ങനെ മെല്ലെ 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 വ്യാപിച്ചു തുടങ്ങി. ഇതിനിടയ്ക്ക് ഈ സൗസൻ എന്ന് പറയുന്ന ആള് തിരിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് തന്നെ പോയി. പക്ഷെ മഅദബ് എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഈ ഒരു വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ അവരുടെ ആൾക്കാരുടെ ഇടയിലൊക്കെ ഇവര് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഈ ഒരു സംഭവം നടക്കുന്നത് ഉമയ്യദ് ഭരണകാലത്താണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം നമുക്കറിയാം ഖുലഫാഉർ റാഷിദീങ്ങൾ അല്ലെ, അതിനുശേഷം വന്ന കാലിഫേറ്റ് ആണ്, ഖിലാഫത്താണ് ഉമയ്യദ് ഭരണം. ഈ ഉമയ്യദ് ഖലീഫയായ അബ്ദുൽ മാലിക് ഇബ്നു മർവാൻ ഏകദേശം 700 കൊല്ലവർഷം 700 ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതായത് കൊന്നുകളയാൻ, കാരണം വിശ്വാസത്തിലാണ് ഇയാള് പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അപ്പൊ ഇയാളെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു. അയാൾ മരിച്ചു. പക്ഷേ ഇയാളുടെ സ്റ്റുഡൻസും അതായത് സൗസൻ തിരിച്ച് ക്രിസ്ത്യനായി. സൗസന്റെ സ്റ്റുഡന്റ് ആണ് മഅബദ്. അദ്ദേഹം ഇത് കുറേ ഈ സംഭവങ്ങൾ ഇട്ടിരുന്നു. അയാളെ കൊന്നെങ്കിലും അയാളുടെ സ്റ്റുഡൻസ് ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇതിന്റെ വിത്തുകൾ ഒരു ക്യാൻസർ പോലെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ നട്ടുവെച്ച് പോയിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ കീമോ ചെയ്തു കഴിഞ്ഞാലും ഒരു സ്ഥലത്ത് നിന്ന് കൊല്ലുമ്പോൾ വേറെ സ്ഥലത്ത് അത് വളരും, ക്യാൻസറിന്റെ സെല്ലുകൾ. അതേപോലെ അങ്ങനെ അത് പല സ്ഥലങ്ങളിലും ഈ ഒരു ചിന്ത വളർന്നിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ അതിനുശേഷം വന്ന പല ഖലീഫമാരും ഇതുപോലെയുള്ള പല എന്താണ് ഡിബേറ്റുകൾ വരുമ്പം അവരെയൊക്കെ പിടിക്കുകയും പലരെയും എക്സിക്യൂട്ട് ചെയ്യുക, അതായത് കൊല്ലാൻ വേണ്ടി ഉത്തരവിടുകയും പലരെ കൊണ്ടും അവർ പറഞ്ഞ ആ ക്ലെയിം, ആ തെറ്റായ വിശ്വാസം തിരിച്ചെടുപ്പിക്കുകയും ആളുകളെ തിരുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു ആ ഉമയ്യദ് കാലഘട്ടത്തിൽ. പക്ഷേ ഉമയ്യദ് ഭരണകൂടത്തിന്റെ അവസാനത്തേക്കായപ്പോഴേക്ക്, ഏകദേശം ഒരു 100 വർഷമൊക്കെ കഴിഞ്ഞു തുടങ്ങിയ സമയത്ത് ഈ ഉമയ്യദ് ഭരണകൂടത്തിലുള്ള ഖലീഫമാർ തന്നെ അവര് എന്തായി, മെല്ലെ മെല്ലെ സുന്നത്തിൽ നിന്നും ഖുറാനിൽ നിന്നൊക്കെ ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യകാല ഉമയ്യദ് ഭരണാധികാരികളൊക്കെ സുന്നത്ത് അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ ഖുലഫാ റാഷിദീങ്ങളുടെ വഴി ഫോളോ ചെയ്യുന്നവരായിരുന്നു. പക്ഷെ അവസാനമായപ്പോഴേക്ക് അവരിൽ നിന്ന് അവരിങ്ങനെ ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യ കാലഘട്ടത്തിലുള്ള ഖലീഫമാര് അവരുടെ സദസ്സുകളിൽ പണ്ഡിതന്മാരുണ്ടാവുമായിരുന്നു. പണ്ഡിതന്മാർ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനനുസരിച്ച് തന്നെ പോയിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ പിന്നീട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാല്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല രാജ്യങ്ങളെ അവർ കീഴടക്കി, പല സ്ഥലങ്ങളിലെ വിശ്വാസങ്ങളൊക്കെ കലർന്നു. അങ്ങനെ ഈ ഉമയ്യദ് ഖിലാഫത്തിലും അവർ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് മെല്ലെ പിന്നോക്കം പോയി തുടങ്ങി അവസാന കാലഘട്ടത്തേക്ക്. അപ്പൊ പണ്ഡിതന്മാർക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി. അവരുടെ കൂടെ
കൂടെ ഇരിക്കാന്ന് വെച്ചാൽ. കാരണം ഇവർ പല സ്ഥലങ്ങളിൽ നിന്നും ഡാൻസും മ്യൂസിക്കും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ സദസ്സുകളിൽ ഇരുത്താൻ തുടങ്ങി. അപ്പം പണ്ഡിതന്മാർക്ക് അതിനിടയിൽ ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായപ്പം അവർ മെല്ലെ അതിൽ നിന്ന് ഈ ഒരു സദസ്സുകളിൽ നിന്നൊക്കെ വലിഞ്ഞു. അപ്പം അവർ കൂടുതൽ മോശമായി തുടങ്ങി. ഈ ഭരണാധികാരികൾ മോശമായി കഴിഞ്ഞാൽ പിന്നെ നാട്ടിന്റെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ കുറെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പം ഉമയ്യദ് ഭരണാധികാരികൾക്ക് ഈ നാട്ടിൽ എന്ത് നടന്നാലും ഒരു സംഭവം പ്രശ്നമില്ല എന്നുള്ള ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും പണ്ഡിതന്മാരുടെ തലയിൽ ഇതൊരു ഉത്തരവാദിത്തമായി മാറിയില്ലേ. കാരണം തിരിച്ച് തൗഹീദിലേക്ക് കൊണ്ടുവരണ്ടേ. കാരണം പണ്ഡിതന്മാർക്ക് ഈ തെറ്റ് പറയുന്ന ആൾക്കാരെ പിടിച്ച് കൊല്ലാനൊന്നും പറ്റില്ലല്ലേ. അവർക്ക് കൊല്ലാൻ വേണ്ടി ഉത്തരവിടാൻ പറ്റില്ല. അത് ഖലീഫമാര് തന്നെ ചെയ്യണം, ഭരണാധികാരികൾ ചെയ്യണം. അങ്ങനെ പണ്ഡിതന്മാര് ഇത് ഓരോ സ്ഥലത്തു നിന്നും എവിടെയാണ് വിശ്വാസത്തിന് പ്രശ്നം വരുന്നത്, എവിടെയാണ് തൗഹീദിൽ നിന്ന് ആളുകൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്, അതിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി ഖുർആനിൽ നിന്ന് തെളിവുകൾ എടുത്ത് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ തൗഹീദിന്റെ ഒരു എന്താ പറയാ, തൗഹീദ് എന്ന് പറയുന്ന ഒരു പഠന ശാഖ തന്നെ ഉണ്ടായി. ഇത് ഏറ്റവും ആദ്യം തൗഹീദ് റുബൂബിയയിൽ പ്രശ്നം ഉണ്ടായി തുടങ്ങിയത് അള്ളാഹുവിന്റെ എൽമിനെ കുറിച്ച് സംസാരിച്ച് അതിൽ കൺഫ്യൂഷൻസ്, അതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാക്കിയതിന്റെ പേരിലാണ്. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ജസ്റ്റ് വന്ന് നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്ക്. എവിടേക്കാണ് ഇതുപോലെയുള്ള വിത്തുകളിലെ പല സ്ഥലങ്ങളിലും നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അവർക്ക് കിട്ടുന്ന പുസ്തകങ്ങളിൽ അവർ കാണുന്ന വീഡിയോസിൽ ഒക്കെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വിത്തുകൾ ഇട്ടുകൊടുത്ത് മനുഷ്യന്മാരെ കൊണ്ട് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പം അന്ന് ചെയ്ത അതേപോലെ പണ്ഡിതന്മാര് വീണ്ടും ഇതൊക്കെ എടുത്തു വെച്ച് ഇന്നതാണ് ഇന്നത് ഇത്രയാണ് വിശ്വാസം, ഇതിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല, ഇത് അള്ളാഹ് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് അതിനെ ഒരു ചെറിയ പരിധി വരെയെങ്കിലും അതിനെ തുടച്ചു നീക്കാൻ പറ്റുള്ളൂ. റബ്ബ് അതിനുള്ള തൗഫീഖ് തരട്ടെ, ആമീൻ. അപ്പം എല്ലാം തുടങ്ങിയത് ഈ ഫിലോസഫേഴ്സിന്റെ, തത്വചിന്തകരുടെ ഇതുപോലെയുള്ള ആർഗ്യുമെന്റ്സിൽ നിന്നാണ്. അവർ പോലും അറിയാതെ തൗഹീദ് റുബൂബിയയിൽ നിന്ന് പിന്നെ മാറി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇനി റുബൂബിയെ കുറിച്ച് ഖുർആനിലും ഹദീസുകളിലും വന്ന തെളിവുകളിലേക്ക് പോകാം നമുക്ക്. അപ്പം നമ്മൾ പറഞ്ഞു ഇതുപോലെയുള്ള ചലഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പണ്ഡിതന്മാര് ഖുർആനും സുന്നത്തും എടുത്തിട്ട് അവര് അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് ഓരോ സ്ഥലത്തും പ്രശ്നങ്ങൾ വരുന്നിടത്തൊക്കെ അവര് പറയുന്നതിനെ ലോക്ക് ചെയ്യാനുള്ള തെളിവുകൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നൊക്കെ എടുത്ത് പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ന ആർഗ്യുമെന്റ് നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നത്, അല്ലെ ഹദീസിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇതിങ്ങനെയാണ് ഇതിന്റെ ശരി എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അവരതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഖുർആനും സുന്നത്തും ഒക്കെ എടുത്ത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ് ഖുർആൻ എന്ന് പറയുന്നത് പ്രിസർവ്ഡ് ആണ് അല്ലെ. ഖുർആനിന് ഒരു മാറ്റവും ഒരു ചേഞ്ചും വന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രോമിസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പമായിരുന്നു ഖുർആനിൽ തെളിവുകൾ എടുത്ത് നിരത്താൻ വേണ്ടിയിട്ട് അല്ലെ. കാരണം ഈ പുതിയ ഐഡിയ ആയിട്ട് വരുന്നവർക്ക് ഖുർആനെ ടച്ച് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ രീതിയിൽ അവരുടേതായ ദുരുദ്ദേശത്തോടു കൂടി പലതും വാദിക്കാമെങ്കിലും ഖുർആനെ അവർക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു അല്ലെ. അവർക്ക് ഖുർആൻ മാറ്റം വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഖുർആൻ ഉണ്ടായിരുന്നു. പക്ഷെ സുന്നത്തിന്റെ കാര്യം വരുമ്പം, ഹദീസുകളുടെ കാര്യം വരുമ്പോൾ അവര് പല രീതിയിൽ അതിനെയും ഫാബ്രിക്കേറ്റ് ചെയ്യാൻ നോക്കി. അതങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ഹദീസുകളെ എഴുതി പടച്ചു വിട്ടൊക്കെ ചെയ്തു. പക്ഷെ ഉമയ്യദ് ഭരണകൂടത്തിന്റെ അവസാനത്തിലേക്ക് പണ്ഡിതന്മാര് തന്നെ ഹദീസിന് വേണ്ടിയിട്ടും ഒരു സയൻസ്, ഒരു ശാസ്ത്ര ശാഖ ഉണ്ടാക്കി ഹദീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹദീസിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാലേ ബുഖാരി മുസ്ലിം ഒക്കെ കുറെ കാലത്തിന് ശേഷം വന്നവരാണ്. അവര് ഹദീസിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ വെച്ച് ഹദീസ് സയൻസ് തന്നെ ഉണ്ടാക്കി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവര് ഹദീസിനെയും ഫിൽട്ടർ ചെയ്ത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. സുബ്ഹാനല്ലാഹ്. അവർക്ക് എന്തുമാത്രം വർക്കാ ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മളുടെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ സ്വന്തം, നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ദീൻ സംരക്ഷിക്കാൻ പോലും ഇതിന്റെ 100% പോലും നമ്മളൊന്നും ചെയ്യുന്നില്ല അല്ലെ. നമ്മളൊക്കെ ഇപ്പൊ ഇന്ന് അനുഭവിക്കുന്ന, ഇന്ന് അറിയുന്ന ഈ ഇസ്ലാം ദീൻ എന്നൊക്കെ പറയുന്നത് അവരെടുത്ത എഫേർട്ടിന്റെ റിസൾട്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെ ഇവര് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഓരോന്നിനെ ഫേസ് ചെയ്യുമ്പോഴും ഇതുപോലെ പല ഇസ്ലാമിക ശാസ്ത്രങ്ങളും ഡെവലപ്പ് ആവുമായിരുന്നു. ഫിഖായിട്ടും ഹദീസായിട്ടും തഫ്സീറായിട്ടും. അതുപോലെ തഫ്സീറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം 100 ചില്ലാണം ശാഖകൾ തന്നെ ഉണ്ടെന്നാ പറഞ്ഞത് തഫ്സീറിന് മാത്രം. കാരണം ഇതുപോലെ പല പല പ്രശ്നങ്ങൾ വരുമ്പം അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി അവര് ബാക്ക് ടു ഖുറാൻ സുന്ന പോയി തെളിവുകളൊക്കെ എടുത്തുകൊണ്ടെന്ന് അതിനെ പറ്റി എഴുതി ഉണ്ടാക്കി, അതിൽ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ ഡെവലപ്പ് ആയത്. സുബ്ഹാനല്ലാഹ്.
അതുകൊണ്ട് നമുക്കിന്ന് ശരിക്കും എന്താ ഇസ്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത്. അൽഹംദുലില്ലാ. കാലങ്ങളായിട്ട് അത് പറഞ്ഞ് കൈമാറി വന്നത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷേ ക്രിസ്ത്യാനികളുടെ ഒക്കെ എടുത്തു നോക്കുമ്പം അവർക്കിത് ചെയ്യാൻ പറ്റൂല. കാരണം അവരുടെ എൽമെന്ന് പറയുന്നത് ഓൾറെഡി ഡിസ്റ്റോർട്ടഡ് ആണ് അല്ലെ. അവരുടെ കയ്യിൽ കിട്ടിയ ഗ്രന്ഥം അല്ലെ, അവരുടെ കൈ കിട്ടിയ സുവിശേഷങ്ങൾ ഓൾറെഡി കൈ കടത്തിയതാണ് അവർക്ക് കിട്ടിയത്. സുബ്ഹാനല്ലാഹ്. ഇഞ്ചിയില് ഈസാ അലൈഹി ഇസ്ലാമിന് ഇറങ്ങിയ പോലെ അല്ല അവരുടെ കൈ കിട്ടിയിരിക്കുന്നത്. ഫുൾ മിക്സപ്പ് ആയിട്ടാണ് വന്നത് അല്ലെ. അതുകൊണ്ട് അവരിങ്ങനെ പല 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 വിഭാഗങ്ങൾ ഉണ്ടായപ്പോഴും അല്ലെ, പല പേരുകളിൽ പല വിശ്വാസങ്ങളും പല സെക്റ്റുകളും ക്രിസ്ത്യാനികളുടെ ഇടയിലും മറ്റു മതക്കാരുടെ ഇടയിലും ഉണ്ടായപ്പോഴും അവർക്ക് തിരിച്ച് ഒറിജിനലിലേക്ക് പോകാൻ ഒരു മാർഗ്ഗമില്ല. കാരണം അവരുടെ കയ്യിൽ ഇതുപോലെ കൈ തൊടാത്ത ഖുർആൻ ഇല്ല അല്ലെ, അവരുടെ കയ്യിൽ ഇതേപോലെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന ഹദീസ് ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അവരങ്ങനെ അവരൊക്കെ പല രീതിയിൽ കൈവിട്ടു പോയി. പക്ഷെ അൽഹംദുലില്ലാ നമുക്ക് ഈ സ്ട്രോങ് സോളിഡ് ഫൗണ്ടേഷൻ ഉണ്ട്. നമുക്ക് തിരിച്ചു ചെല്ലാൻ ഖുർആൻ ഉണ്ട്, സുന്നത്ത് ഉണ്ട്. ഓക്കെ. അപ്പം തൗഹീദ് റുബൂബിയ്യ എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹ് ആണ് എല്ലാം സൃഷ്ടിച്ചത് അല്ലെ. എല്ലാം അതായത് ഭൂമിയിൽ നിലനിൽക്കുന്ന എല്ലാത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹു ആണ്. പ്ലസ് അവൻ്റെതാണ് എല്ലാം, അതായത് അവനാണ് അതിന്റെ എല്ലാം ഉടമസ്ഥൻ. പ്ലസ് അവന്റെ അനുവാദമില്ലാതെ ഒന്ന് അനങ്ങ പോലുമില്ല. അവന്റെ കൺട്രോളിലാണ് എല്ലാം. ഈ ഒരു കോൺസെപ്റ്റ് ഖുർആനിലും സുന്നത്തിലും പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. അപ്പം ഈ ഖുർആനിലും സുന്നത്തിലും ഈ പറഞ്ഞ റുബൂബിയെ പല സ്ഥലങ്ങളിൽ എഴുതാൻ കാരണം ആളുകളെ റുബൂബിയയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ആളുകളെ ഇബാദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം റുബൂബിയയുടെ കാര്യം പറയുമ്പോൾ, അതായത് അള്ളാഹു ആണ് റബ്ബ് എന്ന് പറയുമ്പോൾ ഒരു വാസ്റ്റ് മെജോറിറ്റി ആളുകളും മനുഷ്യരാശി തന്നെ ഇങ്ങനെ ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ്, റബ്ബ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റുബൂബിയ എന്നുള്ള കാര്യം ഒരു തെളിയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇബാദയുടെ കാര്യത്തിലാണ് എല്ലാവരും ഡീവിയേറ്റ് ആയി പോയിക്കൊണ്ടേയിരുന്നത്. അപ്പം ഇബാദയുടെ കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഖുർആനിലും സുന്നത്തിലും പലയിടങ്ങളിൽ റുബൂബിയെ തെളിയിക്കുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ ഉണ്ട്. നമുക്ക് അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ഇൻഷാ അല്ലാഹ്. ഒന്ന് സൂറത്ത് സുമറില് 38-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലഇൻ സഅൽതും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് ആരെന്ന് നീ അവരോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹു എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുല് വിശ്വസിക്കുക, ഒരു സൃഷ്ടാവില് വിശ്വസിക്കുക എന്നുള്ള ഐഡിയ ഒക്കെ എല്ലാവരുടെ ഓൾറെഡി ഉണ്ടായിരുന്നു. എന്താണ്, പലരുടെയും ഉള്ളിൽ അത് സീൽഡ് ആണ്. ഓക്കെ. പക്ഷെ കൺഫ്യൂഷൻ വരുന്നത് അള്ളാഹിന്റെ സിഫാത്തുകളെ കുറിച്ച് ആണ്. അതിന്റെ സിഫാത്തുകളിൽ കൺഫ്യൂഷൻ വരുമ്പോഴാണ് അവര് ഇബാദത്തുകളിൽ കൺഫ്യൂസ്ഡ് ആയിട്ട്, അതായത് ഈ സിഫത്ത് അള്ളാഹ്ക്ക് ഇല്ലെങ്കിൽ അവർ ആ സിഫത്തുള്ള വേറൊരാളെ കണ്ടുപിടിക്കാൻ പോകും. കാരണം ഇവർക്ക് ഈ സിഫത്ത് അള്ളാഹ്ക്ക് ഉള്ളതായിട്ട് അറിയൂല. മനസ്സിലായില്ലേ? അപ്പം അള്ളാഹിന്റെ സിഫാത്തുകളെ കുറിച്ചാണ് ആളുകൾ കൺഫ്യൂസ്ഡ് ആയിരുന്നത്. അല്ലാതെ സൃഷ്ടാവ് റബ്ബാണ്, റുബൂബിയ ഉണ്ടെന്നൊക്കെ എല്ലാ മനുഷ്യന്മാരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരോട് അന്നത്തെ കാലഘട്ടത്തില് മുശ്രിക്കുകളോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ ആരാ ഇതിനെയൊക്കെ സൃഷ്ടിച്ചെന്ന് വെച്ചാൽ അവർ പറയായിരുന്നു അള്ളാഹ് ആണെന്ന്. പക്ഷെ അള്ളാഹിന്റെ കൂടെ അവര് ബൈ ആക്സിഡന്റ് വേറെ പലതിനെയും അവര് ആരാധിക്കുമായിരുന്നു. കാരണം അള്ളാഹ് ആരാന്ന് നമുക്ക് ശരിക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ, അള്ളാഹിന്റെ സിഫത്തുകൾ എന്താന്ന് നമുക്ക് ശരിക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതുപോലെ ആ സിഫത്തിന് വേണ്ടി നമ്മൾ വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യും. മനുഷ്യ സഹജമാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പൊ അള്ളാഹിന്റെ സിഫാത്തുകള് നമ്മൾ അറിഞ്ഞു വിശ്വസിക്കുക എന്നുള്ളത് തൗഹീദിന്റെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതുകൊണ്ടാണ് അള്ളാഹു ആരാണെന്ന് നമുക്ക് കാണിച്ചത്. അള്ളാഹുവിന്റെ പേരുകളും അള്ളാഹുവിന്റെ സിഫാത്തുകളും അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. ഖുർആനിൽ പലയിടങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചതും അതുകൊണ്ടാണ്. കാരണം നമുക്ക് ആ റബ്ബ് ആരാന്ന് അറിയണം, എങ്കിലേ നമ്മൾ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് പോവുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം റബ്ബിന്റെ കാര്യം പറയുന്ന ഖുർആനിലുള്ള ആയത്തുകളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ദുആ ചെയ്താൽ റബ്ബ് ഉത്തരം തരും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതായത് ഏതോ ഒരു ദൈവം ഉണ്ട്, ആ ഒരു ശക്തി ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നവർ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റുബൂബിയയുടെ ആയത്തുകൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ആളുകളെ ഇബാദത്തില് മാറ്റങ്ങൾ വരുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ആളുകൾക്ക് തിരിച്ച് ഓക്കെ ഇത് റബ്ബാണ്, റബ്ബിന് ഇന്ന കഴിവുകളൊക്കെ ഇന്ന സിഫാത്തുകൾ ഉണ്ടെന്ന് പറയേണ്ട ആവശ്യം വന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്.
ഖുർആനിലുള്ള മറ്റ് തെളിവുകളാണ് റുബൂബിയയെ കാണിക്കുന്ന സൂറത്ത് സുമറിലെ 62-ാമത്തെ ആയത്ത്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു, അവൻ എല്ലാ വസ്തുക്കളുടെയും മേലും കൈകാര്യകർത്താവാകുന്നു. അള്ളാഹു ആണ് ക്രിയേറ്റർ എന്ന് കാണിക്കുന്നത്, അല്ലെ? റുബൂബിയ, റബ്ബാണെന്ന് കാണിക്കുന്നത്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അള്ളാഹു ആണല്ലോ നിങ്ങളെയും നിങ്ങൾ നിർമ്മിക്കുന്നവയെയും സൃഷ്ടിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള വിഗ്രഹങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു അത് ആ റെഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. കാരണം അവര് നിർമ്മിച്ച അവർക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവരെ നിർമ്മിച്ച വിഗ്രഹങ്ങളെയും സൃഷ്ടിച്ചതാരാണ്? അവരെയും സൃഷ്ടിച്ചതാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പം എല്ലാത്തിന്റെയും സൃഷ്ടാവ് റബ്ബാണെന്ന് കാണിക്കുന്ന ആയത്തുകളാണ് ഇത്. അപ്പം നമ്മൾ പറഞ്ഞു റബ്ബാണ് ലോകം സൃഷ്ടിച്ച, അല്ലെങ്കിൽ ലോകം സൃഷ്ടിച്ച ദൈവം ഉണ്ട് എന്ന് മെജോറിറ്റി ആൾക്കാരും വിശ്വസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് കൺട്രോൾ. അള്ളാഹ്ക്ക് ഈ ഭൂമിയിലുള്ള കൺട്രോളിന്റെ കാര്യമാണ്. സൂറത്ത് അൻഫാലിലെ 17-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്, വമാ റമൈത ഇദാ റമൈത വലാകിൻ അല്ലാഹ റമ. നബിയെ, നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടുമില്ല, പക്ഷെ അള്ളാഹു ആണ് അത് എറിഞ്ഞത്. നമുക്കറിയാം ബദർ യുദ്ധത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്ക് നേരെ മണൽ എറിഞ്ഞിട്ട് കറക്റ്റ് അത് അവർ ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത്, എന്നിട്ടും കറക്റ്റ് അവരുടെ കണ്ണുകളിൽ ചെന്ന് പെടുന്ന കാര്യം, അല്ലെ? അവിടെ എന്താണ്? അള്ളാഹു ആണ് ആക്ച്വലി അത് എറിഞ്ഞത്. കാരണം അള്ളാഹിന്റെ കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കൈകൊണ്ട് എറിയുന്നെങ്കിൽ പോലും അവിടെ അത് സംഭവിച്ചത് എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൺട്രോൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പം ഇതുപോലെ ദുനിയാവിലുള്ള എന്ത് കാര്യത്തിന്റെയും കൺട്രോൾ റബ്ബിനാണെന്ന് കാണിക്കുന്ന ആയത്തുകൾ ഇഷ്ടം പോലെ ഖുർആനിലുണ്ട്. അടുത്ത ഒരു ഏരിയയാണ് റുബൂബിയയുടെ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. സൂറത്ത് തഗാബുനിൽ 11-ാമത്തെ ആയത്ത്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ. അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി അല്ലാതെ യാതൊരു വിപത്തും ബാധിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം എവിടെയും അള്ളാഹിന്റെ കൺട്രോൾ ആണ്, അല്ലെ? എല്ലാ സ്ഥലത്തും അള്ളാഹിന്റെ കൺട്രോൾ ഉണ്ടെന്ന് കാണിക്കുന്ന ആയത്തുകളിൽ കുറച്ച് എക്സാമ്പിൾസ് ആട്ടോ ഇതുപോലെ ഇഷ്ടം പോലെ ഖുർആനിലുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് നമുക്കറിയാലോ, കലാമിറ്റീസിന്റെ മുസീബത്തുകളുടെ ഒരു കാലമാണ്. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പം റീസെന്റ് നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകളുടെ ഇടയിൽ ചോദ്യങ്ങൾ, ദൈവമില്ലേ എന്നുള്ള ചോദ്യങ്ങളിൽ സുബ്ഹാനല്ലാഹ് പല സർക്കിൾസിലും പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും മുസ്ലിംസും അമുസ്ലിംസും ഉള്ള ഗ്രൂപ്പുകളിലൊക്കെ ഇതുപോലെ ഡിസ്കഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാ? ഇത് അൽ മുദബ്ബിർ ആണ്, അർ റബ്ബാണ്, അള്ളാഹു എന്ന് ശരിയായ രീതിയിൽ അറിയാത്തതിന്റെയും വിശ്വസിക്കാൻ പറ്റാത്തതിന്റെയും കാരണമാണ് സുബ്ഹാനല്ലാഹ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം അള്ളാഹിന്റെ അനുവാദം കൊണ്ടല്ലാതെ ഒരു മുസീബത്തും സംഭവിക്കൂല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അത് വിശ്വസിക്കുന്ന ഒരാൾക്ക് പിന്നെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം എവിടെ? സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആവശ്യമില്ലല്ലേ? അപ്പൊ നമ്മളെ വിശ്വാസം ഉറക്കാത്തതിന്റെ പേരിലാണ് അതൊക്കെ ചോദ്യം വരുന്നത്. തിർമിദിയിൽ വന്ന ഒരു ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയണ്ടായി, നീ അറിയണം, ഒരു സമൂഹം മുഴുവനും നിനക്ക് ഉപകാരം ചെയ്യാനായി ഒരുമിച്ച് കൂടുകയാണെങ്കിലും അള്ളാഹു നിനക്കായി രേഖപ്പെടുത്തിയാലല്ലാതെ നിനക്ക് ഒരു ഉപകാരവും ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല. ഇനി ഒരു സമൂഹം മുഴുവനും നിനക്കൊരു ഉപദ്രവം ചെയ്യാനായി ഒരുമിച്ച് കൂടുകയാണെങ്കിലും അള്ളാഹു നിനക്കെതിരായി അത് രേഖപ്പെടുത്തിയാലല്ലാതെ നിനക്കെതിരായി ഒരു ഉപദ്രവം ചെയ്യാനും അവർക്ക് കഴിയൂല. അപ്പം എല്ലാ കൺട്രോളും ആരുടെ കയ്യിലാണ്? അർ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. ഇനി നമ്മൾ മനുഷ്യന്മാര് ചില കാര്യങ്ങളിലെ അത് അവരുടെ ഭാഗ്യാണ്, അല്ലെങ്കിൽ അത് അവരുടെ നിർഭാഗ്യമാണ് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ത് സുഖാലേ, എന്തോരം നല്ല കുടുംബാണ്, എന്തു നല്ല ഭാര്യയാണ്, എന്തോരം നല്ല കുട്ടികളാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇതും എന്താണ്? അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെ, അള്ളാഹുവിന്റെ ഖദറിന്റെ ഭാഗമാണ്. സൂറത്ത് തഗാബുനിൽ 14-ാമത്തെ ആയത്ത്, വയാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും ഔലാദിക്കും അദുവൻ ലക്കും ഫഹ്ദുർഹും. സത്യവിശ്വാസികളെ, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുവുണ്ട്, അതിനാൽ അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തിന്റെ ഭാഗമാണത്. നമുക്ക് ഓരോരുത്തർക്കും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ടെങ്കിൽ രണ്ടും നമ്മുടെ പരീക്ഷണത്തിന്റെ ഭാഗമാണ്. വളരെ നല്ലൊരു കുട്ടീനെ അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ പരീക്ഷണത്തിന്റെ ഭാഗം. വളരെ മോശപ്പെട്ട ഒരു കുട്ടീനെ അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ പരീക്ഷണത്തിന്റെ ഭാഗം. നമ്മൾ അതിനൊക്കെ ഭാഗ്യമായിട്ടും നിർഭാഗ്യമായിട്ടും കാണും, അല്ലെ? ഇതെന്താണ്? അള്ളാഹുവിന്റെ ഖദറാണ്, അള്ളാഹുവിന്റെ ഇൽമാണ്, അള്ളാഹുവിന്റെ കൺട്രോളിന്റെ ഭാഗമാണ് തൗഹീദ് റുബൂബിയ്യ. പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മുടെ സംസാരങ്ങളിലൊക്കെ പലതും തെറ്റുപറ്റാറുണ്ട്, അല്ലെ? ചിലപ്പോൾ നമ്മൾ
പറയുക തന്നെ ചെയ്യും. എന്നാലും ഓളെ കയ്യിലിരിപ്പോണ്ടാണ് ഓക്ക് അങ്ങനെ സംഭവിച്ചത്. ഓൾ ആ മോനെ ശരിക്കും നോക്കാത്തോണ്ടാണ് മോൻ വഴിതെറ്റിപ്പോയത്. സുബ്ഹാനല്ലാഹ്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മോൻ വഴിതെറ്റിപ്പോയത് നൂഹ് അലൈഹി ഇസ്ലാം നോക്കാഞ്ഞിട്ടാ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണത്തിന്റെ ഭാഗമാണ്. അള്ളാഹിന്റെ കൺട്രോള് നമ്മളൊക്കെ ജീവിതത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നല്ലതിലും ചീത്തയിലും നമ്മൾ ഭാഗ്യം നിർഭാഗ്യം എന്നൊക്കെ പറയെങ്കിലും അതൊക്കെ അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ കൺട്രോളിന്റെ ഭാഗമാണ്. ഇനി ജീവിതത്തിലെ ഭയങ്കര മോശപ്പെട്ട കാര്യങ്ങൾ, പരീക്ഷണങ്ങൾ അല്ലെ, അതായത് നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്ന ചില കാര്യങ്ങൾ. സൂറത്ത് ബഖറയിൽ 155 ആയത്ത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പൊ നമുക്ക് എത്ര ഭയങ്കര സംഭവമാണ്, നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ അള്ളാന്റെ കൺട്രോളിന്റെ, അള്ളാന്റെ പരീക്ഷണത്തിന്റെ ഭാഗമാണ്. അപ്പം ആരാണ് അതിൽ ഭാഗ്യമുള്ളവർ? ശരിക്കും നമ്മൾ പറയുന്ന ആ ഭാഗ്യം ഉള്ളവർ, അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്ന സംഭവം ആരാണ്? ക്ഷമിക്കുന്നവരാണ്. അല്ലാണ്ട് നല്ല ഭാര്യനെ കിട്ടിയത്, നല്ല കുട്ടികളെ കിട്ടിയവരല്ല ഭാഗ്യം ചെയ്യുന്നവര്. അതിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കുന്നവരാണ് ഭാഗ്യം ചെയ്തവര്. അല്ലാതെ നമ്മൾ കാണുമ്പോൾ കുറേ സ്വത്ത് ഉള്ളവരല്ല ഭാഗ്യം ചെയ്തവര്. ആ സ്വത്തിനെ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരാണ് ഭാഗ്യം ചെയ്തവര്. സുബ്ഹാനല്ലാഹ്. അപ്പം ക്ഷമയുള്ളവരാണ് ഭാഗ്യമുള്ളവര്. ഇതൊക്കെ അള്ളാഹിന്റെ നിയന്ത്രണത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പരീക്ഷണം അല്ലെ, നമ്മളൊക്കെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ തന്നെയുള്ളൂ. എല്ലാവരുടെ ജീവിതത്തിലും പരീക്ഷണങ്ങളുണ്ട് അല്ലെ. കാരണം അള്ളാഹാണ് എല്ലാത്തിന്റെയും കൺട്രോൾ. നമുക്ക് സംഭവിക്കുന്നതൊക്കെ അള്ളാഹിന്റെ മഷിയാത്ത് അനുസരിച്ചാണ്, അള്ളാഹുവിന്റെ ഉദ്ദേശം അനുസരിച്ചാണ്. അപ്പം അള്ളാഹ് എന്ന് പറയുന്നത് എന്തായാലും നന്മയാണ് അല്ലെ, നല്ലത് തന്നെയാണ്. അപ്പൊ അള്ളാഹ് നല്ലതാണെങ്കിൽ നമുക്ക് സംഭവിക്കുന്നതൊക്കെ നല്ലതായിരിക്കണം എന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം അല്ലെ. ഓ, എന്റെ ജീവിതത്തിൽ സംഭവിക്കണം, അള്ളാഹ് നല്ലതാണെങ്കിൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നല്ലതായിരിക്കണം. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്ത് എന്തോ ഒരു തിന്മയുണ്ട്, അപ്പം അള്ളാഹ് എനിക്ക് തിന്മ ഉദ്ദേശിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. അപ്പം ആളുകൾ പൊതുവെ എന്തിലേക്ക് എത്തും? നമുക്കൊരു നല്ല ദൈവമല്ല ഉള്ളത്, തിന്മയുള്ള ദൈവമാണുള്ളത്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ദൈവം ഇല്ലേ എന്നുള്ള ചോദ്യം. കാരണം മനുഷ്യന്മാരുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തയുണ്ടല്ലോ, ദൈവം എന്ന് പറഞ്ഞാൽ നല്ലതാണ്, അപ്പൊ എന്റെ ജീവിതത്തിൽ തിന്മ വരുന്നുണ്ടെങ്കിൽ ദൈവം തിന്മയാണെന്ന് പറയുന്നതിനേക്കാൾ ആൾക്കാർ എന്നാ ദൈവം ഇല്ലേ എന്ന് ചോദിക്കും. നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? അള്ളാഹ് നന്മയാണ്, അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് വരുന്നതൊക്കെയും നന്മയാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും നല്ലത് തന്നെയാണ്. റുബൂബിയയുടെ ഭാഗമായിട്ട്, അള്ളാഹിന്റെ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട്, അള്ളാഹിന്റെ കൺട്രോളിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെയും എന്താണ്? ഹൈറാണ്. അപ്പം അങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിക്കാൻ നമ്മൾ പഠിക്കും. ആക്ച്വലി അമുസ്ലിങ്ങള് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരേ ഒരു കാര്യം ഇതിലാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ റുബൂബിയയുടെ കാര്യത്തിൽ അള്ളാഹുവാണ് ഖാലിഖ് അല്ലെങ്കിൽ സൃഷ്ടാവ് എന്നുള്ള കാര്യത്തിൽ ഒരുവിധം ആളുകൾക്കൊന്നും ഒരു സംശയവും ഇല്ല. പക്ഷെ അവര് റുബൂബിയത്തിന്റെ കാര്യത്തിൽ അവർക്ക് സംശയം വരെ എവിടെയാണെന്നറിയോ? ഈ ഒരു ഭാഗത്തില്, നിയന്ത്രണത്തിന്റെ ഭാഗത്തില്. നമ്മുടെ ജീവിതത്തിൽ മോശം കാര്യങ്ങൾ വരുമ്പം ദൈവം ഇല്ലേ, അല്ലെങ്കിൽ ദൈവം മോശമാണോ എന്നുള്ള ഒരു ചിന്ത. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളെ ജീവിതത്തിൽ തരുന്നതൊക്കെയും എന്താണ്? ഹൈറാണ്. നമുക്ക് മോശമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ഹൈറാണ്. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു റുബൂബിയ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഹൃദയത്തിൽ അങ്ങ് അടിയുറച്ച് സീൽ ചെയ്ത് വീണിട്ടില്ലെങ്കിൽ നമ്മൾ മെല്ലെ മെല്ലെ ഏത്തീസത്തിലേക്ക്, അവിശ്വാസത്തിലേക്ക് പോയി പോകും. കാരണം അള്ളാഹിന്റെ കൺട്രോളിനെ കുറിച്ച് നമുക്ക് അറിയില്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ അപ്പം ഇങ്ങനെ ചോദ്യം ചെയ്യുന്നവരൊക്കെ എന്താ ചിന്തിക്കാന്ന് വെച്ചാൽ, ഇപ്പൊ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ജീവിതത്തിൽ ഭയങ്കര മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു, ഭയങ്കര പരീക്ഷണങ്ങൾ നടക്കുന്നു, അവർക്ക് അവരുടെ ആ ഒരു അവസ്ഥ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. അത്രയും നല്ല മനുഷ്യന്മാരായിട്ടും എന്താ അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്? എത്ര നല്ല ആളുകളായിട്ടും ആക്സിഡന്റ്, രോഗങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം ദൈവം നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ വരുന്നത്? എന്നാൽ വളരെ മോശപ്പെട്ട ആൾക്കാരാണെങ്കിൽ അത് അടിച്ചു പൊളിച്ച് ജീവിക്കുകയും ചെയ്യുന്ന. അപ്പൊ അവര് ചോദ്യം ചെയ്യാൻ തുടങ്ങും, എന്താണ് ദൈവം ഉണ്ടോ അല്ലെ? ദൈവം ഉണ്ടെങ്കിൽ ദൈവം നല്ലതായിരിക്കണല്ലോ. ദൈവം നല്ലതാണെങ്കിൽ നല്ല ആൾക്കാർക്ക് നല്ലോ, മോശം ആൾക്കാർക്ക് മോശമല്ലേ കൊടുക്കേണ്ടത്? അങ്ങനെയാണ് അവർ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അവര് ചോദ്യങ്ങളായി.
നമ്മൾ അമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് ഇതിനെ സീൽ ചെയ്യേണ്ട, കാരണം നമ്മളുടെ കൗമിന്റെ അകത്തുനിന്ന് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം അവർക്ക് ദൈവം നമുക്ക് മോശമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് പരീക്ഷണത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെ ഭാഗമാണെന്ന് അവർക്ക്, കൺട്രോളിന്റെ ഭാഗമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ ഒരു ഏരിയയിലാണ് റുബൂബിയയില് ആളുകൾ ഒന്ന് അടിപതറി പോവാറ്. സുബ്ഹാനല്ലാഹ്. മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരും എന്തെങ്കിലും വരുമ്പോഴേക്ക് എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്ന് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ വായ തുറന്ന് ചോദിക്കേണ്ട, മനസ്സിൽ പോലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ട് എനിക്ക് വന്നു നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ റുബൂബിയ വീക്കാണ്, തൗഹീദ് റുബൂബിയ വീക്കാണ്. എന്തുകൊണ്ട് എനിക്കിങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ട് എനിക്ക് വന്നൂടാ? കാരണം ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് ഇതുവരെ ജീവിച്ചത്. എനിക്ക് ഒരു മോശം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു തെറ്റും ചെയ്യാത്തൊരു ജീവിതമാണോ ഞാൻ ഇതുവരെ ജീവിച്ചത്? സുബ്ഹാനല്ലാഹ്. ഒരിക്കലല്ല അല്ലെ. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഫുൾ തിന്മകളേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. എല്ലാ ദിവസവും നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലതും നമ്മൾ തൗബ ചെയ്ത് മടങ്ങാറില്ല, ഇസ്തിഗ്ഫാർ ചെയ്യാറില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷെ വരുന്ന പല തിന്മകളും പല മോശപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഏൺ ചെയ്തതായിരിക്കാം, നമ്മളുടെ കൈകൾ ഉണ്ടാക്കിയതായിരിക്കാം. സൂറത്ത് ഷൂറയിൽ 30-ാമത്തെ ആയത്തിൽ വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് ഏതൊരു ആപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ്, മിക്കതും അവൻ മാപ്പാക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ 100% ശരിയൊന്നുമല്ല അല്ലെ, നമ്മൾ 100% ഗുഡൊന്നുമല്ല, തീരെ തെറ്റ് ചെയ്യാത്തതൊരൊന്നും അല്ല അല്ലെ. അപ്പൊ നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് നമുക്ക് പാപമോചനെങ്കിലും വേണ്ടേ അല്ലെ? ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈ തെറ്റുകൾ, ഈ പ്രയാസങ്ങൾ നമുക്ക് തന്നിട്ട് അത് ക്ഷമിക്കുന്നത് വഴി നമുക്ക് പുറത്തു തരാനാണെങ്കിലോ? വയഅഫു അൻ കസീർ, അവൻ അധികവും അവൻ മാപ്പാക്കുകയും ചെയ്യുന്നു എന്നാ പറഞ്ഞത്. മാപ്പാക്കാനാണെങ്കിലോ? അല്ലെങ്കിൽ നമുക്കൊരു തിരിച്ചറിവ് തരാനാണെങ്കിലോ? അല്ലെങ്കിൽ നമ്മളെ സ്വയം തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണെങ്കിലോ? അള്ളാഹുവിനെ കുറിച്ച് തിരിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരമാണെങ്കിലോ? ഇതൊന്നുമല്ല, അള്ളാഹു ഉദ്ദേശിച്ച ചിലർക്ക് കൂടുതൽ പ്രതിഫലവും കൂടുതൽ ഉയർന്ന ദറജകളും കൊടുക്കാനാണെങ്കിലും. അപ്പം എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ എന്ന് ചോദിക്കുന്ന മനസ്സിൽ ചോദ്യം വരുമ്പോ അപ്പൊ തന്നെ എന്നോട് സ്വയം ചോദിക്കുക, എന്തുകൊണ്ട് എനിക്ക് വന്നൂടാന്ന്. കാരണം അള്ളാഹു കാരുണ്യമുള്ളവനാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ എല്ലാ പരീക്ഷണങ്ങളും. അള്ളാഹുവിന്റെ അറുബൂബിയ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. ഒരു പക്ഷെ അള്ളാഹു ഇതിന് നമുക്ക് കണക്കില്ലാതെ പ്രതിഫലം തരാനായിരിക്കാം, പാപമോചനം തരാനായിരിക്കാം, തിരിച്ചറിവ് തരാനായിരിക്കാം, തിരുത്തലിനായിരിക്കാം. അപ്പം റുബൂബിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാം രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് അതിൽ നിന്ന് ഏറ്റവും നല്ല റിവാർഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഈ ജീവിതം എന്ന് പറയുന്നത് ടെസ്റ്റാണ്. അള്ളാഹു ചില നല്ല കാര്യങ്ങൾ തരും, അതിലും ടെസ്റ്റ് ഉണ്ട്. ചിലത് നമുക്ക് മോശമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ തരും, അതിലും ടെസ്റ്റ് ഉണ്ട്. നല്ലതിൽ നിന്ന് വരുന്ന ടെസ്റ്റ് അല്ലെ നന്മ പുറത്തു കൊണ്ടുവരും, അതല്ലെങ്കിൽ നമ്മളുടെ തിന്മകൾ പുറത്തു കൊണ്ടുവരാനും ചില ടെസ്റ്റുകൾ സഹായിക്കും. നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നല്ലേ, നമ്മുടെ മോശം സ്വഭാവം പുറത്തു വന്നു കഴിഞ്ഞാൽ ആ ടെസ്റ്റിൽ നമ്മൾ തോറ്റു. സുബ്ഹാനല്ലാഹ്. അതിനുവേണ്ടി തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് ബഖറയിൽ 216-ാമത്തെ ആയത്ത് നമുക്കൊരു പ്രിൻസിപ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്, നമ്മള് കയ്യിൽ കരുതി വെക്കാൻ. വഅസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൻ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി തീരുകയും ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി തീരുകയും ചെയ്യാം. അള്ളാഹു എല്ലാം അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ റുബൂബിയ, തൗഹീദ് റുബൂബിയ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ എത്രത്തോളം ഉറച്ചിട്ടുണ്ടെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഇനി തൗഹീദ് റുബൂബിയയിലെ വഴിതെറ്റൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒരു സമ്മറി പറയാണ്. അള്ളാഹു നമ്മളെ ഈ ജീവിതത്തിലല്ലേ നമുക്ക് ഓരോരുത്തർക്കും സൂട്ടബിൾ ആയതാണ് അള്ളാഹു സുബ്ഹാനഹു തആല തരുന്നത്. ഓക്കെ, എനിക്ക് എന്താണോ ബെസ്റ്റ്, അത് എനിക്ക് ചിലപ്പം നല്ലതായിട്ട് തോന്നിക്കൊള്ളണമെന്നില്ല, പക്ഷെ എനിക്ക് എന്താണോ ബെസ്റ്റ് അതാണ് അള്ളാഹ് എനിക്ക് തരാം. അപ്പം നമുക്കത് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിനെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. അത് തൗഹീദ് റുബൂബിയയുടെ ഭാഗമാണ്. ഇവിടെയാണ് നമ്മൾ അധികവും
കൈവിട്ടു പോവാറ് അല്ലെ? നമുക്ക് തൗഹീദിൽ നിന്ന് നമ്മൾ വിട്ടു പോവാറ് പലപ്പോഴും ഇവിടെയാണ്. നമ്മൾ ശിർക്കൊന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മൾ ഖബറിനെ ആരാധിക്കുന്നില്ലല്ലോ, അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചേക്കാം. പക്ഷെ ഇതെനിക്ക് എന്റെ റബ്ബ് തന്നതാണ്, റബ്ബ് തന്നതിൽ ഹൈറുണ്ട്, റബ്ബിന്റെ ഖദറാണെന്ന് വിശ്വസിക്കാൻ പോലും പലപ്പോഴും നമ്മള് മിസ്സായി പോണം അല്ലെ. എന്നാലും എനിക്ക് എന്താക്കി ഇങ്ങനെ വന്ന്, ഓൾ അത് ചെയ്തിട്ടല്ല എനിക്കിത് വന്നത്. ഈ ഓൾ അത് ചെയ്യാൻ അനുവദിച്ചതാരാ? അൽ ഖദീറായ റബ്ബ്. അതെവിടുന്നാ വന്നത്? അൽ അലീമായ റബ്ബിന്റെ എൽമിൽ നിന്ന്. നമ്മളെ തൗഹീദ് പോയോ അവിടെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് അറിവില്ല എന്ന് നമ്മൾ പറയാണോ? അല്ലെങ്കിൽ അള്ളാഹിന്റെ ഖദറോട് കൂടിയല്ല അവൾ അത് എന്നോട് ചെയ്തതെന്ന് നമ്മൾ പറയാണോ? സുബ്ഹാനല്ലാഹ്. ചോദിച്ചു നോക്ക് നമ്മളോട് തന്നെ. അത് നമുക്ക് നമുക്ക് നല്ലത് മാത്രം വരാൻ പാടുള്ളൂ അല്ലെ. എനിക്ക് നല്ലത് മാത്രം വരാൻ പാടുള്ളൂ. ഞാൻ അത്ര വലിയ പുണ്യാളത്തിയൊന്നും അല്ലെങ്കിലും, അല്ലാന്ന് എനിക്ക് അറിയെങ്കിൽ പോലും അല്ലെ, ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാമെങ്കിൽ പോലും എനിക്ക് മോശം കാര്യങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല, പരീക്ഷണങ്ങളൊന്നും വരാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. എന്നാൽ എനിക്ക് എന്താ ഇങ്ങനെ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ ചോദിക്കാനുള്ള അവകാശമേ നമുക്കില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് തന്നു, സ്വീകരിക്കുക. അള്ളാഹ് ക്രിയേറ്റർ ആണ്, അള്ളാഹ് കൺട്രോളർ ആണ്. നമ്മളെ സൃഷ്ടിച്ചവൻ റബ്ബാണ്, നമുക്ക് ഈ ഭൂമിയിൽ ജീവിതം തന്നവൻ റബ്ബാണ്, നമ്മളെ ഓൺ ചെയ്യുന്നവൻ റബ്ബാണ്, നമ്മളെ നിയന്ത്രിക്കുന്നവൻ റബ്ബാണ്. തൗഹീദ് റുബൂബിയ്യ. നമുക്ക് ഭക്ഷണം തരുന്നവൻ റബ്ബാണ്, നമ്മളെ നിലനിർത്തുന്നവൻ, നമ്മളെ പരിപാലിക്കുന്നവൻ, ഈ ലോകം മുഴുവനും പരിപാലിക്കുന്നവൻ റബ്ബാണ്. അവന്റെ നിയന്ത്രണത്തോടു കൂടിയല്ലാതെ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് അവന്റെ കൺട്രോളോട് കൂടി തന്നെയാണ്. അവൻ കൊണ്ടുവരുന്ന എല്ലാ ഖദറിലും ഹയറുണ്ട്. നമുക്ക് കാണാൻ പറ്റിയാലും ഇല്ലെങ്കിലും നമ്മൾ ക്ഷമയോട് കൂടിയിരിക്കുക. അങ്ങനെ നിൽക്കാൻ പറ്റുന്നവരാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവര്. അപ്പൊ നമ്മുടെ തൗഹീദ് റുബൂബിയയുടെ എക്സ്പ്രഷൻ എന്താ നമ്മുടെ ജീവിതത്തിൽ? എങ്ങനെയാ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്? ക്ഷമ കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് തന്നതാ അല്ലെ, എന്റെ റബ്ബ് എനിക്ക് തന്നതാ. അപ്പൊ നമ്മൾ ക്ഷമകേട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തൗഹീദ് റുബൂബിയയുടെ വീക്ക്നെസ് ആണ്, പോരാ. നമ്മൾ തൗഹീദ് അത്ര സ്ട്രോങ് ഒന്നുമല്ല. തൗഹീദിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് തൗഹീദ് റുബൂബിയ. അത് അത്ര സ്ട്രോങ് ഒന്നുമല്ല. ഇനി അതും പോരാഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ നമ്മളെ ജീവിതത്തിൽ വരുന്ന ഉപദ്രവങ്ങളെ തടയാൻ വേണ്ടിയിട്ട്, നമ്മളെ ജീവിതത്തിൽ നല്ലത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, അള്ളാഹു നമ്മളെ ജീവിതത്തിൽ ഉദ്ദേശിച്ച ഖദറുകളെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ പല സ്റ്റെപ്പുകളും എടുക്കുന്ന രീതികളൊക്കെ നമുക്കറിയാം അല്ലെ. അങ്ങനെ എന്തെങ്കിലും വഴിക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, കംപ്ലീറ്റ് ആയിട്ട് പോയി. അള്ളാഹുവിൽ നിന്നാണ് എല്ലാ ഹൈറും, അള്ളാഹുവിൽ നിന്നാണ് എല്ലാം വരുന്നത് എന്നുള്ള വിശ്വാസത്തിന് അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, വേറെ വഴികളിലൂടെ അല്ലെ, വേറെ രീതികളിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തിന്മകളെ തടയാൻ നമ്മൾ ശ്രമിച്ചാൽ, ഏലസായിട്ടും ഉറുക്കായിട്ടും അല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ എന്തെങ്കിലും എഴുതിയും കെട്ടിയും തൂക്കുന്ന കാര്യങ്ങളായിട്ടും, കാറിലും വീട്ടിലും അതൊക്കെ എഴുതി തൂക്കി അല്ലെ, ഐശ്വര്യം കൊണ്ടുവരാനോ ലക്ഷണക്കേട് ഇല്ലാണ്ടാക്കാനോ ഒക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, പിന്നെ ചോദിക്കേ വേണ്ട, കംപ്ലീറ്റ് നശിപ്പിക്കലായി തൗഹീദ് റുബൂബിയ്യ. അള്ളാഹു അല്ലാത്ത വേറെ ഒന്നിലും നമുക്ക് നമ്മളെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മളിൽ നിന്ന് ദുരിതം അകറ്റാൻ വേണ്ടി നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഇതിന്റെ അർത്ഥം നമുക്ക് നല്ല തണുപ്പ് കാലാണ് വരുന്നത്, സ്വെറ്റർ ഇടാൻ പാടില്ല എന്നല്ല. ഓക്കെ, അത് പ്രൊട്ടക്ഷൻ, നാച്ചുറൽ പ്രൊട്ടക്ഷൻ ആണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന രീതികളാണ്. അതായത് തൗഹീദിന് എതിരെ പോവാത്ത കാര്യങ്ങളാണ്. ഈ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തൗഹീദിനെതിരെ പോകാം. കാരണം അങ്ങനെ ആ കാര്യത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പോലും ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ എന്നെ സംരക്ഷിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുകയാണ്. അവിടെ അള്ളാഹുവിന് ഈക്വൽ ആയിട്ട് ഇതുപോലെയുള്ള ഇലസുകളെയും മുറുക്കുകളെയും ഒക്കെ കൊണ്ടുവരലാണ്. സുബ്ഹാനല്ലാഹ്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണാം. ഞാൻ ജസ്റ്റ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുപോലെ അള്ളാഹു അനുവദിക്കാത്ത പല ചാനലുകളും ഫോളോ ചെയ്ത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ജീവിതത്തിലെ തിന്മകൾ തടയാൻ വേണ്ടിയിട്ടും ഖുർആനും സുന്നത്തും പറയാത്ത രീതികൾ നമ്മൾ അവലംബിക്കുന്നുണ്ടെങ്കിൽ തൗഹീദ് റുബൂബിയ്യന്റെ കംപ്ലീറ്റ് ബേസ് തകർന്നു എന്ന് തന്നെ വേണം പറയാൻ. നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് അള്ളാഹ്ക്കുള്ള പവർ അവർക്കൊക്കെ കൊടുക്കുന്നത് വഴി അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ കൈയിന്റെ ഉള്ളനടി ചൊറിഞ്ഞിട്ട് അല്ലെ പൈസ കിട്ടുന്ന കാര്യം, ചിലപ്പോൾ നമ്മൾ സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കും ചൊറിയുന്നത്. ചിലപ്പോൾ കണ്ണ് തുള്ളുമ്പം വേറെ എന്തോ ഒരു കാര്യം പറയലുണ്ട് അല്ലെ, കണ്ണ് നിറയെ കാണാം. ഉറക്കം മുഴുവനാവാനായിട്ടായിരിക്കും കണ്ണ് തുള്ളുന്നത്. അപ്പൊ നമ്മളുടെ തൗഹീദ് നമ്മൾ ഉറപ്പിക്കുക. ആദ്യം അത് എന്താന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് ഉറപ്പിക്കാൻ.
പിന്നെ നമുക്ക് ജീവിതത്തിലല്ലേ ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് പോലെ ഇപ്പോൾ ഒരു ആക്സിഡന്റ് വന്നു നമ്മുടെ ജീവിതത്തിൽ സുബ്ഹാനല്ലാഹ് ഒരു മോശപ്പെട്ട ഒരു ആക്സിഡന്റ് വന്നു, നമ്മുടെ കയ്യോ കാലോ ഒന്ന് പൊട്ടി, അപ്പൊ നമ്മൾ പറയാോ ഇത് അള്ളാഹ് തന്നതാണ്, ഞാൻ ക്ഷമയോട് കൂടിയിരിക്കുന്നു, നമ്മൾ ട്രീറ്റ്മെന്റിന് പോകണം, ട്രീറ്റ്മെന്റ് ചെയ്യേ വേണം. ഈവൻ ആ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ പോലും അവിടെ ഷിഫ തരുന്നവൻ റബ്ബാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് എടുക്കരുത് എന്നല്ല, നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ പോലും അതിനെടുക്കുന്ന മെത്തേഡ് പോലും തൗഹീദിനെതിരെ പോകുന്നുണ്ടെങ്കിൽ അതുപോലും അനുവദനീയമല്ല. ഓക്കെ, നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ അങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ വരും ഇൻഷാ അല്ലാഹ്. അത്തരം ബേസിക്സ് ഒക്കെ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് ഉറച്ച ഒരു സമൂഹമായിട്ട് വാർത്തെടുക്കാനുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും ഉണ്ടാവട്ടെ. തൗഹീദിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ തെറ്റിപ്പോകുന്നതിനെ തൊട്ട് റബ്ബ് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم جدد الإيمان في قلبي. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.